നമസ്കാരം. ഊറിയാന്റെ ആ വാക്കുകൾ ശരിക്കും അവിടെയുള്ള ആ മുഴുവൻ ആളുകളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അവരുടെ മുന്നിൽ കാണുന്ന ആ ഫോട്ടോയിലെ ആള് സാക്ഷൽ നീൽ ഗിരിയാണ്. നീൽ ഗിരി ആ വീട്ടിൽ വന്നിരുന്നു ഊ ഷിയാമിങ്ങിനൊപ്പം. അന്ന് അവര് നീലിനെ കണ്ടതാണ്. റിയാൻ ആ ഫോട്ടോ തിരിച്ചറിഞ്ഞതും സകല ആളുകളും ആ ഫോട്ടോയിലേക്ക് വീണ്ടും വീണ്ടും നോക്കുകയാണ്. റിയാൻ പറഞ്ഞത് ശരിയാണ്, ഇത് ആ ചെറുപ്പക്കാരൻ തന്നെയാണ് നീൽഗിരി. അത് മനസ്സിലായതും ഊ കിയാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ ക്വിൻ കുടുംബവുമായി ഒരു പ്രശ്നത്തിലേക്ക് അവർ നീങ്ങുകയാണ്. ക്വിൻ കുടുംബത്തിലെ ആ ചേംബർലനെ ഊ ഷിയാൻമിങ് കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ഇപ്പോ ക്വിൻ കുടുംബം അറിഞ്ഞിട്ടുണ്ടാവും. ക്വിൻ കുടുംബത്തിലെ പ്രധാന ആളുകളൊക്കെ മറ്റെവിടേക്കോ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുവരെയും ഊ കുടുംബത്തിലേക്ക് അവരുടെ ഒരു പടപ്പുറപ്പാട് ഉണ്ടാകാത്തത്. ആ പടപ്പുറപ്പാട് ഉണ്ടാകുമ്പോൾ ആ ക്വിൻ കുടുംബത്തിന്റെ ദേഷ്യത്തു നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലല്ലോ എന്ന് പരസ്പരം പറഞ്ഞ് ഏതാണ്ട് പരിതപിച്ചിരിക്കുമ്പോഴാണ് അവരുടെ മുന്നിൽ ഒരു ഗോൾഡൻ ചാൻസായി ഇതാ ആ ഫോട്ടോ വന്ന് പെടുന്നത്. ക്വിൻ കുടുംബം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ആ കഥാപാത്രം യഥാർത്ഥത്തിൽ നീൽഗിരിയാണ്. അതേ നീൽഗിരിയാണ് സാക്ഷൽ ടാങ് ആവോയ്ക്കും വേണ്ടത്. മാർഷൽ ആർട്സ് അസോസിയേഷൻ പ്രസിഡന്റായ ടാങ് ആവോയുടെ ഏക മകനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവന്റെ തല അറുത്തു മാറ്റി ആ തലയുമായി ആ നടന്നുപോയ ആ ചെറുപ്പക്കാരൻ സാക്ഷൽ നീൽഗിരിയാണ്. ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കും തോറും ഈ ഊ കിയാന്റെ മുഖത്ത് ആ ചിരി ഇങ്ങനെ വലുതായി വരികയാണ്. ശരിക്കും ഒരു ലോട്ടറി അയക്കത് അടിച്ചിരിക്കുകയാണ്. അയാളുടെ ആ സന്തോഷം സ്വാഭാവികമായിട്ടും ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളിലേക്കും അങ്ങനെ പടർന്നു വരികയാണ്. എല്ലാവർക്കും വല്ലാത്ത ആഹ്ലാദം. അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഇതാ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയാണ്. ഊ കിയാൻ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളോടായി ചോദിച്ചു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നീലാണ് ആ ഫോട്ടോയിലുള്ളതെന്ന് നമ്മൾ ടാങ് ആവോയെ അറിയിക്കണം, അതോ നീലിനെ പിടികൂടി നമ്മൾ ടാങ് ആവോയുടെ അടുത്ത് എത്തിക്കണം? ഏതാണ് നമുക്ക് ഗുണം? മാസ്റ്റർ, അത് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. നീലിനെ പിടികൂടി പ്രസിഡന്റ് ടാങ് ആവോയുടെ അടുത്ത് എത്തിച്ചാൽ അതായിരിക്കും കൂടുതൽ ഫലപ്രദം. നമ്മൾ പിടികൂടാൻ ചെല്ലുമ്പോൾ നീലിനെ കൊലപ്പെടുത്തിയാൽ അതും ഒരു പോയിന്റാണ്. നമ്മൾ ഇനി പിടികൂടി ജീവനോടെ നീലിനെ കൊണ്ടുകൊടുക്കണമെന്നൊന്നുമില്ല. നീലിന്റെ ഡെഡ് ബോഡി അവർക്ക് കൊടുത്താൽ മതി. നമ്മളെ അവര് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പ്രസിഡന്റ് ടാങ് ആവോയുടെ സഹായം നമുക്കുണ്ടെങ്കിൽ പിന്നെ ക്വിൻ കുടുംബത്തെ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. ക്വിൻ കുടുംബത്തോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഉറപ്പായും പ്രസിഡന്റ് ടാങ് ആവോയ്ക്ക് പറ്റും. ടാങ് ആവോയുടെ ആ അപ്രമാദിത്യം അവർക്കെല്ലാവർക്കും അറിയാം. ശരിക്കും എല്ലാ ആളുകളിലേക്കും ആവേശം അങ്ങനെ പടരുമ്പോൾ ഊ കിയാൻ ചോദിച്ചു, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? മാസ്റ്റർ, നമുക്ക് നീലിനെ പിടിക്കണം. അതിന് നീൽ എവിടെയാ ഉള്ളത്? ആ ചോദ്യം ഊ കിയാൻ ചോദിക്കുമ്പോഴാണ് ശരിക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നത്. നീൽ ആ വസതിയിൽ വന്നത് ഊ ഷിയാമിങ്ങിനൊപ്പമാണ്. നീൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് ബാക്കി ആർക്കും അറിയത്തില്ല. പക്ഷേ ഊ ഷിയാമിങ്ങിന് അറിയാമായിരിക്കുമല്ലോ. ആ ഒരു ചിന്ത ഊറിയാന്റെ മനസ്സിൽ വന്നതും ഊറിയാൻ അയാളുടെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ചേട്ടാ, എനിക്ക് അറിയാം എന്താ വേണ്ടതെന്ന്. ആ ഊ ഷിയാന് ഉറപ്പായും നീല് എവിടെയാണ് ഉള്ളതെന്ന് അറിയാം. നമുക്ക് ആദ്യം ഊ ഷിയാനെ പോക്കാം. അവനെ പൊക്കിയാൽ അവൻ ഉറപ്പായും നീല് ഉള്ള സ്ഥലം പറഞ്ഞു തരും. ചേട്ടാ, ഞാൻ തന്നെ പോയി അവനെ പോക്കാം. അത് കേട്ടതും ഊ കിയാൻ പറഞ്ഞു, റിയാൻ, നീ ഒറ്റയ്ക്ക് പോണ്ട, നീ ആ ഫ്രെഡിയെ കൂടെ വിളിച്ചു. ആ മീറ്റിംഗ് നടക്കുമ്പോൾ നിശബ്ദനായി ഒരാൾ കൂടി ആ കൂട്ടത്തിലുണ്ട്. അയാളാണ് ഫ്രെഡി എന്ന് വിളിച്ചത്. അയാള് ഈ ഊ കുടുംബത്തിലെ അതിശക്തനായ ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. അത് കേട്ടതും ഫ്രെഡിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരു ടാസ്ക് ഇതാ അയക്ക് കിട്ടിയിരിക്കുകയാണ്. അയക്ക് ഈ സംഭാഷണത്തിലല്ല താല്പര്യം, ആക്ഷനിലാണ്. ഫ്രെഡി കൂടി റെഡി ആയതും ഫ്രെഡിയും റിയാനും കിയാന്റെ അനുഭവത്തോടുകൂടി അവിടെ നിന്ന് തിരിച്ചു. അവർ രണ്ടും കൂടി ആ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിയാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ഷിയാമിങ്ങിനെ പരിക്കേൽപ്പിക്കാതെ വേണം ഇവിടെ കൊണ്ടുവരാൻ. റിയാന് ഈ ഷിയാൻമിങ്ങിനോടുള്ള ആ ഒരു കലിപ്പ് കൃത്യമായി കിയാൻ അറിയാം. അതുകൊണ്ടാണ് കിയാൻ അങ്ങനെ പറഞ്ഞത്. ചേട്ടാ, അങ്ങനെ ചെയ്യൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് റിയാൻ ഫ്രെഡിക്കൊപ്പം പുറത്തേക്ക് നടക്കുമ്പോൾ റിയാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി അങ്ങനെ വിരിഞ്ഞു വരികയാണ്. ചേട്ടൻ പറയുന്നതല്ല താൻ ചെയ്യാൻ പോകുന്നതെന്ന് അയാള് മനസ്സിൽ ഉറപ്പിച്ചു എന്നർത്ഥം. ഈ സമയത്ത് ഊ ഷിയാൻമിങ് നീലിന്റെ വസതിയിൽ നിന്ന് കുറച്ചു മാറിയുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നീല് ഊ ഷിയാൻമിങ്ങിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പിൽസാണ് ഊ ഷിയാൻമിങ്ങിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന സംവിധാനം. അവന്റെ ബോഡിയിലേക്ക് ഇഷ്ടംപോലെ ഊർജ്ജമാണ് ആ ഓരോ പിൽസും അവൻ കഴിക്കുമ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഊർജ്ജത്തെ അവന്റെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും ചാനലൈസ് ചെയ്യാനുള്ള ചാനലൈസിങ് ടെക്നിക്ക് ഉൾപ്പെടെയാണ് നീലിപ്പോ ഊ ഷിയാൻമിങ്ങിന് പകർന്നു നൽകിയിരിക്കുന്നത്. ശരിക്കും ഊ ഷിയാൻമിങ്ങിന് നീല് കൊടുത്തിരിക്കുന്ന ആ ടെക്നിക്ക് നീലിന് ലഭിച്ചത് ലിയോ ആന്റിനിൽ നിന്നാണ്. ആ സംസാര ഗ്രേവി യാർഡിനകത്തുനിന്ന് ആദ്യം പുറത്തു വന്ന ആ എക്സ്പെർട്ട് കുറെ ഏറെ ഇൻഫർമേഷൻ നീലിന് നൽകിയിട്ടുണ്ട്.
അയാളുടെ ആ വിരൽത്തുമ്പിലൂടെ ഒത്തിരി അറിവുകളാണ് നീലിന്റെ ഉള്ളിലേക്ക് കടന്നത്. അങ്ങനെ ലഭിച്ച ഒരു ഐറ്റമാണ് നീൽ യഥാർത്ഥത്തിൽ ഊ ഷിയാമെങ്ങിന് കൊടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി മാർഷൽ ടെക്നിക്കാണ് ശരിക്കും ഊ ഷിയാമെങ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവൻ അതുവരെ പ്രാക്ടീസ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇതുമായി കമ്പയർ ചെയ്താൽ ചവർ സംഭവങ്ങളാണ്. ശരിക്കും അടുത്ത 2 മാസം ആ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യും, ആ 20 ഗുളികളും ഊ ഷിയാമെങ് കഴിക്കുകയും ചെയ്താൽ ഊ ഷിയാമെങ് അതിശക്തനായ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആവും. ചാങ് ആവോയേക്കാൾ ശക്തനാകാനുള്ള സാധ്യതയുണ്ട്. നീല് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഊ ഷിയാമെങ്ങിന്റെ ശക്തി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് കടക്കും. എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ശരിക്കും വളരെ നിർണായകമായ സ്റ്റേജാണ്. ആ സ്റ്റേജിന്റെ പേരൊന്നും യഥാർത്ഥത്തിൽ ഊ ഷിയാമെങ്ങിന് അറിയില്ല. ഊ ഷിയാമെങ്ങിന് അറിയാവുന്ന കാര്യം ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ താൻ കുറെ കൂടി മുന്നേറുമെന്നാണ്. ഊ ഷിയാമെങ് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിരന്തരം കൾട്ടിവേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വീടിന്റെ വാതിൽ തകർത്ത് 2 ആളുകൾ അകത്തേക്ക് കടന്നത്. അകത്തേക്ക് കിടന്ന ആളുകളെ കണ്ടതും ഊ ഷിയാമെങ് ചാടി എണീറ്റു. അകത്തേക്ക് വന്നത് റിയാനും ഫ്രെഡിയുമാണ്. തങ്ങളെ കണ്ട് ചാടി എണീക്കുന്ന ഊ ഷിയാമെങ്ങിനെ നോക്കി റിയാൻ ഊ ഷിയാമെങ്ങിനോട് പറഞ്ഞു, ഏയ് ഷിയാൻ, നീ ഞങ്ങളെ ഒളിച്ച് പ്രാക്ടീസ് ചെയ്യണം. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റിയാൻ നോക്കുമ്പോഴാണ് അവിടെ ഷിയാൻമെങ് നിൽക്കുന്നതിന് സമീപത്തായി ടേബിളിന്റെ മുകളിൽ ഒരു ബോട്ടിൽ ഇരിക്കുന്ന കാണുന്നത്. ആ ബോട്ടിൽ കണ്ടതും റിയാൻ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ആ ബോട്ടിലിനടുത്തെയും ആ ബോട്ടിൽ കയ്യിലെടുക്കുകയും ചെയ്തു. തികച്ചും അപ്രതീക്ഷിതമായി ആ ബോട്ടില് റിയാനിങ് കയ്യിലെടുത്തപ്പോൾ ഷിയാമെങ്ങിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷിയാമെങ് റിയാനോട് പറഞ്ഞു, ഏയ് റിയാൻ അതവിടെ വയ്ക്കേ. അങ്ങനെ ഷിയാൻമെങ് പറയുമ്പോൾ റിയാൻ മെങ് ആ ബോട്ടിൽ തുറന്നു കഴിഞ്ഞു. ബോട്ടിൽ തുറന്ന് ആ ബോട്ടിലിനകത്തേക്ക് നോക്കിയ റിയാന്റെ കണ്ണുകൾ ഏതാണ്ട് വിടർന്നു വരികയാണ്. പുതുതായി ഉണ്ടാക്കിയിരിക്കുന്ന മെഡിസിനൽ പിൽസ് ആണ് അതിനകത്തുള്ളത്. മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ആവശ്യമുള്ള പിൽസ് അകത്തുള്ളത്. മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ആവശ്യമുള്ള പിൽസ്. അതിൽ നിന്ന് ഒരു പില്ല് കയ്യിലേക്ക് എടുത്ത റിയാൻ ആ പില്ലിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ചില പാറ്റേൺസ് കാണുകയാണ്. അതിനൊപ്പം ആ പില്ലിൽ നിന്ന് ഒരു മെഡിസിനൽ സ്മെല്ല് പുറത്തേക്ക് വരികയാണ്. സാമ്പ്രാണി കൊളുത്തു വെക്കുമ്പോൾ ആ സാമ്പ്രാണിയുടെ മണം, ആ സാമ്പ്രാണിയുടെ സുഗന്ധം മുറി മുഴുവൻ വ്യാപിക്കുന്ന പോലെ ആ പില്ല് കയ്യിലേക്കെടുത്ത ആ നിമിഷത്തിൽ റിയാന്റെ കയ്യിൽ നിന്ന് ഒരു ഗന്ധം ഇങ്ങനെ പരക്കുകയാണ്. സുഖകരമായ ഒരു മെഡിസിനൽ ഗന്ധം. ആ ഗന്ധം തന്നെ മൂക്കിലേക്ക് അടിച്ചു കയറിയതും ഫ്രെഡി അമ്പരപ്പോട് റിയാനോട് ചോദിച്ചു, റിയാൻ അത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണല്ലോ. അതെ ഫ്രെഡി, ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് പറ്റിയ പിൽസ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പറഞ്ഞ റിയാൻ ഒരു പില്ല് ഫ്രെഡിയുടെ നേരെ ഇട്ടുകൊടുത്തു. ഊ ഷിയാമെങ്ങിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഫ്രെഡിയും റിയാനും ഓരോ ഗുളിക വീതം കഴിക്കുകയും ചെയ്തു. ആ ഗുളിക കഴിച്ചതും 2 പേരുടെ ഉള്ളിൽ ഊർജ വിസ്ഫോടനം ഉണ്ടാകും പോലെ അവർക്ക് 2 പേർക്കും ഒരു ഫീൽ. ഇതുവരെ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനായി അവർ കഴിച്ചുകൊണ്ടിരുന്ന ഗുളികകളൊന്നും തന്നെ ഈ ഗുളികകൾക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് അവർക്ക് 2 പേർക്കും തോന്നുമ്പോഴേക്കും ഊ ഷിയാമെങ് അവരോട് പറഞ്ഞു, ഏയ് ആ ബോട്ടിലോടേക്ക്. അതിന് മറുപടി പറയാതെ ഫ്രെഡി ഷിയാൻമെങ്ങിനോട് ചോദിച്ചു, ഏയ് ഷിയാൻ, ഈ ഗുളിക നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇത്തരത്തിലുള്ള ഗുളിക ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ വളരെ വളരെ അപൂർവമാണ്. ആ ടാബ്ലറ്റുകൾ കൈവശമുള്ള ഒരാൾക്ക് അയാൾ ചോദിക്കുന്ന എന്തും കിട്ടും. അതാണ് നിലവിലെ സാഹചര്യം. ഏതൊരു ശക്തനായ ഗ്രാൻഡ് മാസ്റ്ററും കുറെ കൂടി മെച്ചപ്പെടാനായി വൻ തുക മുടക്കിയാണ് ഈ ശൈലിയിലുള്ള ടാബ്ലറ്റുകൾ വാങ്ങുക. അല്ലെങ്കിൽ ആ ആളുകൾ സ്പിരിച്വൽ എനർജി ഇഷ്ടം പോലെയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അത്തരം സ്ഥലങ്ങളൊന്നും അവരുടെ ആരുടെയും പരിചയത്തിലില്ല. സ്പിരിച്വൽ എനർജിക്ക് പകരമാണ് ഈ ഉത്തേജക മരുന്നുകൾ അവർ കഴിക്കുന്നത്. പല ഉത്തേജക മരുന്നുകളും സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഉത്തേജക മരുന്നുകളെയാണ് ഈ മെഡിസിനൽ പിൽസ് എന്ന് ഇവർ പൊതുവെ വിളിക്കുക. അത് പ്രത്യേക രീതിയിൽ ആൽക്കെമിസ്റ്റ് സ്റ്റൗവിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആളുകളും വളരെ അപൂർവമാണ്. ആൽക്കെമിസ്റ്റുകൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗണത്തിൽപ്പെട്ട ആളുകളാണ്. അതൊക്കെ ഫ്രെഡിക്ക് അറിയാം. അതുകൊണ്ടാണ് ഫ്രെഡി ആ ചോദ്യം ഊ ഷിയാമെങ്ങിനോട് ചോദിച്ചത്. അത് കേട്ടപ്പോ ഊ ഷിയാമെങ് ഫ്രെഡിയോട് പറഞ്ഞു, അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. അതിന് മറുപടിയായി റിയാൻ ഫ്രെഡിയോട് പറഞ്ഞു, ഫ്രെഡി ഇവനെ നമുക്ക് ഊ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ വെച്ച് ചോദിച്ചാൽ അവൻ പറയും. നീ അവനെങ്കിൽ കൂട്ടോ. അവനെങ്ങെ കൂട്ട് എന്ന് റിയാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ഫ്രെഡിക്ക് അറിയാം. ഫ്രെഡി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഊ ഷിയാമെങ്ങിനും അറിയാം തനിക്ക് നേരെ നടന്നു വരുന്ന ഫ്രെഡിയുടെ ശക്തി. ഷിയാമെങ്ങിനേക്കാൾ വളരെ പവർഫുൾ ആണ് ഫ്രെഡി. ഫ്രെഡിയുടെ ഏറ്റുമുട്ടാനുള്ള കപ്പാസിറ്റി ഒന്നും ഊ ഷിയാമെങ്ങിന് ഇല്ല. ഊ ഷിയാമെങ്ങിന് വേണമെങ്കിൽ റിയാൻ മെങ്ങിനോട് ഒന്ന് ഉരസാം, പക്ഷേ ഈ ഫ്രെഡിയോട് പറ്റില്ല.
അത് നന്നായി ഊ ഷ്യാമിങ്ങിനെ അറിയാം. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ നടന്നു വരുന്ന ഫ്രെഡിയെ ലേശം ആശങ്കയോടെയാണ് ഊ ഷ്യാമിങ് നോക്കിയത്. ആ നിമിഷത്തിലാണ് സാവധാനം നടന്നു വരികയായിരുന്ന ഫ്രെഡിയുടെ വേഗത അങ്ങ് കൂടിയത്. ഫ്രെഡി പെട്ടെന്നാണ് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മുന്നോട്ട് കുതിച്ച് കൈ ഉയർത്തി ഒരൊറ്റ ഇടിക്കുന്നത്. തനിക്ക് നേരെ കുതിച്ചു പാഞ്ഞു വന്ന് തന്നെ ഇടിക്കുന്ന ഫ്രെഡിയെ സ്വാഭാവികമായിട്ടും ഊ ഷ്യാമിങ് കണ്ടു. ഊ ഷ്യാമിങ്ങിനെ ഇടിക്കുന്ന ഫ്രെഡിക്ക് എത്ര ശക്തി ഉണ്ടെങ്കിലും തിരിച്ച് ഇടിച്ചല്ലേ പറ്റൂ, അല്ലെങ്കിൽ അവിടെ ഊ ഷ്യാമിങ് അവസാനിക്കും. തന്നെ ഇടിക്കുന്ന ഫ്രെഡിയെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ രണ്ട് കൈയും മുറുക്കിയ ഊ ഷ്യാമിങ് തനിക്ക് നേരെ പാഞ്ഞു വന്ന ആ മുഷ്ടി ലക്ഷ്യമാക്കി ഒരു ഒറ്റ ഇടി. ആ ഊ ഷ്യാമിങ്ങിന്റെ തിരിച്ചുള്ള പഞ്ച് ഒരു പുഞ്ചിരിയോടുകൂടി കണ്ടു നിൽക്കുകയാണ് റിയാൻ അറിയാം ഈ ഷ്യാൻമെങ്ങും ഫ്രെഡിയും തമ്മിലുള്ള വ്യത്യാസം. ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടുപേരും തമ്മിൽ. പക്ഷെ അടുത്ത നിമിഷത്തിൽ റിയാന്റെയും അതുപോലെ ഫ്രെഡിയുടെയും മുഖത്തെ ആ പുഞ്ചിരി അങ്ങ് മാഞ്ഞു. അതിന്റെ കാരണം ഊ ഷ്യാൻമെങ്ങിന്റെയും ഫ്രെഡിയുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയ ആ നിമിഷത്തിലുണ്ടായ റിയാക്ഷനാണ്. ഫ്രെഡി ഏകദേശം 10ഓളം സ്റ്റെപ്പ് പുറകോട്ട് മാറ്റപ്പെട്ടു. ഫ്രെഡി ശരിക്കും പുറകോട്ട് തെറിക്കുകയായിരുന്നു. ഏകദേശം 10ഓളം സ്റ്റെപ്പ് പുറകോട്ടാണ് ഫ്രെഡി തെറിച്ചത്. ഊ ഷ്യാൻ ഏതാണ്ട് 2-3 സ്റ്റെപ്പ് പുറകോട്ട് മാറിയ ഫ്രെഡിയുടെയും റിയാന്റെയും മുഖത്ത് അമ്പരപ്പുണ്ടായതുപോലെ ഊ ഷ്യാൻമെങ്ങിന്റെ മുഖത്തും അമ്പരപ്പുണ്ട്. അവനറിയാം അവനേക്കാൾ ഒരുപാട് റാങ്ക് മുകളിലാണ് ഫ്രെഡി എന്ന്. ആ ഫ്രെഡിയാണ് ഒറ്റയിടിക്ക് താൻ പുറകോട്ട് തെറിപ്പിച്ചിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം മനസ്സിലായതും ഊ ഷ്യാൻമെങ് അവന്റെ കയ്യിലേക്ക് അവൻ പോലും അറിയാതെ നോക്കിപ്പോവുകയാണ്. തന്റെ കൈക്ക് കരുത്ത് കൂടി. എങ്ങനെ കരുത്ത് കൂടി എന്നതിനെ കുറിച്ച് ഇപ്പോ ഷ്യാൻമെങ്ങിന് അറിയാം. നീല് ഷ്യാൻമെങ്ങിന് കൊടുത്തിരിക്കുന്ന ആ മാർഷൽ ആർട്സ് പ്രാക്ടീസിംഗ് ടെക്നിക്കാണ് ഷ്യാൻമെങ്ങിനെ ശക്തനാക്കിയത്. അതോടൊപ്പം നീല് കൊടുത്ത ആ മെഡിസിനൽ ടാബ്ലറ്റുകൾ. ഇപ്പോ ഷ്യാൻമെങ് ആ ടാബ്ലറ്റുകളിൽ നിന്ന് 3-4 എണ്ണമേ ആകെ കഴിച്ചിട്ടുള്ളൂ. ഓരോ 3 ദിവസങ്ങൾ കൂടുമ്പോഴേ അതിൽ നിന്ന് ടാബ്ലറ്റ് കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് നീല് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ ഊ ഷ്യാൻമെങ് ആ ടാബ്ലറ്റുകൾ കഴിച്ചു തുടങ്ങിയിട്ട്. ഇപ്പൊ തന്നെ ഇത്രയേറെ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഷ്യാൻമെങ് ആലോചിക്കുമ്പോൾ റിയാനും ഫ്രെഡിയും മുഖത്തോട് പോകും നോക്കിയാണ്. അവർക്ക് രണ്ടുപേർക്കും ഊ ഷ്യാൻമെങ്ങിന്റെ ശക്തി വർദ്ധിച്ചത് മനസ്സിലായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഊ ഷ്യാൻമെങ് അവരുടെ വസതിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഊ ഷ്യാൻമെങ്ങിന് അത്ര പവർ ഉണ്ടായിരുന്നില്ലെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. അത് മനസ്സിലായതും റിയാൻ ഷ്യാൻമെങ്ങിനോട് ചോദിച്ചു, ഷിയാൻ, നിനക്ക് ശക്തി വർദ്ധിച്ചിരിക്കുകയാണ്. നിനക്ക് എങ്ങനെയാ ശക്തി വർദ്ധിച്ചത്? റിയാന്റെ ആ ചോദ്യത്തിന് ഷ്യാൻമെങ് മറുപടി പറഞ്ഞില്ല. അതിനു പകരം ഷ്യാൻമെങ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോ സ്ഥലം വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് കേട്ടതും ഫ്രെഡി ഒന്ന് ചിരിച്ചു. ഷ്യാൻമെങ്, നിന്റെ ശക്തി വർദ്ധിച്ചത് കണ്ടപ്പോ എന്റെ കൗതുകം കൂടുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഫ്രെഡി റിയാനോട് പറഞ്ഞു, റിയാൻ, ഇവനെ നമ്മള് രണ്ടുപേരും ഒരുമിച്ച് നേരിടുന്ന നല്ലത്. അങ്ങനെ ഫ്രെഡി പറഞ്ഞിട്ട് ഫ്രെഡി മുന്നോട്ട് കുതിച്ചതും റിയാനും മുന്നോട്ട് കുതിച്ചു. ഫ്രെഡി അല്ലെങ്കിൽ റിയാൻ അവരിൽ ആരെങ്കിലും ഒരാളാണ് ഷ്യാൻമെങ്ങിനെ നേരിടുന്നെങ്കിൽ ഷ്യാൻമെങ്ങിന് ഒരു പരുവത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിനെ. ഫ്രെഡി നേരത്തെ ആണെങ്കിൽ ഫ്രെഡിയോട് പിടിച്ചു നിൽക്കാൻ ഷ്യാൻമെങ്ങിന് പറ്റുമായിരുന്നില്ല. ഇപ്പൊ പക്ഷേ ഫ്രെഡിയോട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊരു തോന്നൽ ഷ്യാൻമെങ്ങിന് ഉണ്ടായ ആ നിമിഷത്തിലാണ് ഫ്രെഡിക്കൊപ്പം റിയാനും കൂടി അറ്റാക്കിൽ പങ്കെടുക്കുന്നത്. ഫ്രെഡിയും റിയാനും കൂടി രണ്ട് ഭാഗത്തു നിന്നായി ഷ്യാൻമെങ്ങിന് നേരെ അറ്റാക്ക് ആരംഭിച്ചതും ഷ്യാൻമെങ് പെട്ടതുപോലെയായി. ശരിക്കും ആ രണ്ട് മാർഷൽ ആർട്ടിസ്റ്റുകളും അതിശക്തരാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷ്യാൻമെങ് തീർത്തും ദുർബലനായി. ഷ്യാൻമെങ്ങിന്റെ പവറൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷേ മുഴുവൻ പവറും ഷ്യാൻമെങ്ങിന് റിലീസ് ചെയ്യത്തക്ക ശൈലിയിൽ അവന്റെ കഴിവ് വർദ്ധിച്ചിട്ടില്ല. അവൻ ഈ പുതിയ ശൈലിയിലുള്ള പ്രാക്ടീസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിൻ്റെതായ ഒരു ഡ്രോബാക്ക് ഊ ഷ്യാൻമെങ്ങിന് ഉണ്ട്. ഊ ഷ്യാൻമെങ് ശരിക്കും പുറകോട്ട് മാറിയപ്പോഴാണ് ഫ്രെഡി മുകളിലേക്ക് ചാടി ഉയർന്ന് ഒരു സിസർ കട്ട് അടിക്കുന്നത്. ആ സിസർ കട്ട് ഷ്യാൻമെങ്ങിന്റെ തലയിൽ തന്നെ പതിച്ചു. തൽഫലമായി ഷ്യാൻമെങ് മറിഞ്ഞ് താഴേക്ക് വീണതും റിയാൻ ഷ്യാൻമെങ്ങിന്റെ മുകളിലേക്ക് കയറി. തറ വീണ ഷ്യാൻമെങ്ങിന്റെ നെഞ്ചിലേക്ക് റിയാൻ ആഞ്ഞൊരൊറ്റ ചവിട്ട്. വലത് കാല് കൊണ്ട് ഷ്യാൻമെങ്ങിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയ റിയാൻ ആ വലത് കാല് നെഞ്ചിൽ ഉറപ്പിച്ചു പിടിച്ചിട്ട് ഇടത് കാല് ഉയർത്തി ഷ്യാൻമെങ്ങിന്റെ കവിളിൽ ആഞ്ഞൊരൊറ്റ ആടി. ശരിക്കും ഫുട്ബോൾ തട്ടുപോലെ ഒരൊറ്റ ആടി. ആ അടിയിൽ ഷ്യാൻമെങ്ങിന്റെ പല്ല് വരെ പൊട്ടി. അവന് വായ്ക്കുടി ചോരകിനെ ഒലിക്കുകയാണ്. കവിള് കീറുകയും ചെയ്തു. ഈ സമയത്ത് ഷ്യാൻമെങ്ങിന്റെ കാലിലേക്ക് ആഞ്ഞു ചവിട്ടുകയാണ് ഫ്രെഡി. ഷ്യാൻമെങ്ങിന്റെ 2 കാലുകളും ഫ്രെഡി ചവിട്ടി ഒടിച്ചു എന്ന് പറയാം. ഷ്യാൻമെങ്ങിന് അനങ്ങാനാവാത്ത ശൈലിയിൽ ഫ്രെഡിയും റിയാനും കൂടി അവിടെ ഇട്ട് ഷ്യാൻമെങ്ങിനെ ചവിട്ടി കൂട്ടുകയായിരുന്നു. അതിശക്തനായ മാർഷൽ ആർട്ടിസ്റ്റാണ് ഊ ഷ്യാൻമെങ്.
പക്ഷെ അയാളെക്കാൾ ശക്തരായ രണ്ടാളുകൾ ഒരുമിച്ച് അയാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതാവുകയാണ്. ഏതാണ്ട് അബോധാവസ്ഥയിലേക്ക് കടന്നിരിക്കുന്ന ഊ ഷിയാമെങ്ങിനെ വലിച്ചുകൊണ്ട് ഫ്രെഡി ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ നീങ്ങുമ്പോൾ തറയിലൂടെ ഊ ഷിയാമെങ്ങിന്റെ വിരലുകൾ അങ്ങനെ ഇഴയുകയാണ്. ആ ഇഴയുന്ന വിരലുകൾ കൊണ്ട് ഊ ഷിയാമെങ് തറയിലൊരു വാക്കെഴുതി. അപ്പോഴേക്കും ഫ്രെഡി ഷിയാമെങ്ങിനെയും കൊണ്ട് ആ വാതിലിന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഈ സംഭവവികാസം കഴിഞ്ഞ് അവിടെ നിന്ന് ഊ ഷിയാമെങ്ങിനെ അവർ കൊണ്ടുപോയത് ഊ ഫാമിലിയിലേക്കാണ്. ഊ ഫാമിലിയിൽ ഊ ഷിയാമെങ്ങിനെ എത്തിച്ചു. ഈ സമയത്ത് നീലിന്റെ വസതിയിൽ നീല് കഴിഞ്ഞ കുറേ ദിവസത്തെ പ്രാക്ടീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് നീല് തന്റെ വസതിയിൽ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഫോണ് കയ്യിലെടുത്തു. നീല് ഫോണ് കയ്യിലെടുത്തത് ചില വിലയിരുത്തലുകൾ നടത്താൻ വേണ്ടിയാണ്. നീൽ ആദ്യം വിളിച്ചത് സാക്ഷൽ വിക്കി വാങ്ങിനെയാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആ അങ്കിൾ വാങ്ങിന്റെയും ആൻഡ് ഷാങ്ങിന്റെയും പുത്രനെ വിളിച്ചിട്ട് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവനോട് ചോദിച്ച് ബോധ്യപ്പെടുകയാണ് നീല്. നീൽ അവന് ഒരു മാർഷൽ ആർട്ട് ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അവനെ കുറിച്ച് പിൽസും കൊടുത്തിരിക്കുകയാണ്. അവന്റെ ഇംപ്രൂവ്മെന്റ് എങ്ങനെയുണ്ടെന്ന് അവനോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നീല് അടുത്തായി വിളിച്ചത് ലിങ്ഡൺ റേയാണ്. ലിങ്ഡൺ റേയും അയാളുടെ ഡെവലപ്മെന്റ്സ് നീലിന് റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നീല് ഊ ഷിയാമെങ്ങിനെ വിളിച്ചു. ഊ ഷിയാമെങ്ങിനെ വിളിക്കുമ്പോൾ അയാളുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടതും നീലിന് ഒരു കാര്യം മനസ്സിലായി. ഊ ഷിയാമെങ് കൾട്ടിവേഷനിലാണ്. നിരന്തരമായി കൾട്ടിവേറ്റ് ചെയ്യുന്ന ഊ ഷിയാമെങ് എന്തായാലും തനിക്കൊരു അസറ്റ് ആവും. അങ്ങനെ തോന്നിയത് നീല് ഫോണ് മേശപ്പുറത്ത് വെച്ചിട്ട് വീണ്ടും തന്റെ കൾട്ടിവേഷൻ ആക്ടിവിറ്റിയിലേക്ക് കടന്നു. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നീല് കൾട്ടിവേഷൻ നിർത്തി മുറിക്ക് പുറത്തു വന്നിട്ട് ഫോണെടുത്ത് വീണ്ടും ഊ ഷിയാമെങ്ങിനെ വിളിച്ചു. അപ്പോഴും ഫോണ് സ്വിച്ച് ഓഫ് ആണ്. 2 മണിക്കൂറിന് മുന്നേ താൻ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വളരെ കാര്യമായ കൾട്ടിവേഷനിലാണ് ഊ ഷിയാമെങ് ഏർപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതൊന്ന് കണ്ടുകളയാമെന്ന് കരുതി നീല് വസതി പൂട്ടി ഊ ഷിയാമെങ്ങിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു. ആ അപ്പാർട്ട്മെന്റിന്റെ വാതിലിൽ എത്തുമ്പോൾ തന്നെ നീൽ ആ കാഴ്ച കണ്ടു. രക്തം ഒലിച്ചിറങ്ങിയിരിക്കുന്ന കാഴ്ച. എന്തോ അപകടകരമായി ഇത് സംഭവിച്ചിരിക്കുന്നു. ആ കാഴ്ച കണ്ടതും നീൽ അങ്ങനെയാണ് തോന്നിയത്. നീൽ പെട്ടെന്ന് ആ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കിടക്കുമ്പോൾ ആ മുറിയിലെ രംഗങ്ങൾ നീലിനെ ഞെട്ടിച്ചു എന്ന് പറയാം. അവിടെ ചുവരിലും തറയിലും ഒക്കെ രക്തം ധാരാളമായി തെറിച്ചിരിക്കുകയാണ്. ഫർണിച്ചറൊക്കെ തലങ്ങും വിലങ്ങും തകർന്നു കിടക്കുകയാണ്. ഒരു വൻ സംഘട്ടനം ആ ബിൽഡിങ്ങിനകത്ത് നടന്നുവെന്ന് വ്യക്തമാണ്. ഊ ഷിയാമെങ്ങിന് അപകടം സംഭവിച്ചിരിക്കുകയാണ്. ഊ ഷിയാമെങ് അതിശക്തനാണ്. നേരത്തെ നീലിന്റെ ആ ഫൈറ്റിൽ റഫറി ആയിരുന്ന കക്ഷിയാണ് ഊ ഷിയാമെങ്. ഊ ഷിയാമെങ് ഈ മാർഷൽ ആർട്സ് റാങ്കിങ്ങിൽ വളരെ മുകളിൽ നിൽക്കുന്ന കക്ഷിയാണ്. അങ്ങനെയുള്ള ഊ ഷിയാമെങ്ങിനെ ആക്രമിച്ച ആളുകൾ എന്തായാലും ഊ ഷിയാമെങ്ങിനേക്കാൾ ശക്തരായിരിക്കും. ആരായിരിക്കാം ഊ ഷിയാമെങ്ങിനെ ആക്രമിച്ചത്? ഇനി ടാങ്കാവോയുടെ ആളുകൾ വല്ലവരും ആണോ? അതോ ഇനി ക്വിൻ കുടുംബത്തിലെ ആളുകളാണോ? ആരായാലും തൊട്ടിരിക്കുന്നത് തന്റെ സബോർഡിനേറ്റിനെയാണ്. അതിന്റെ ഫലം അവര് അനുഭവിക്കുക തന്നെ വേണം. അങ്ങനെ നീല് മനസ്സിൽ കരുതിക്കൊണ്ട് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുമ്പോഴാണ് നീലിന്റെ ശ്രദ്ധ തറയിൽ ഒരിക്കൽ കൂടി പതിയുന്നത്. അവിടെ വളരെ വ്യക്തമായി ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ശരിക്കും ആ വാക്ക് പൂർണ്ണമല്ലെങ്കിലും എഴുതിയിരിക്കുന്ന അക്ഷരം ആ കാര്യം നീലോട് വ്യക്തമാക്കി. ഊ ഷിയാമെങ്ങിന് എന്ത് സംഭവിച്ചു എന്ന കാര്യം. ആ തറയിൽ ഊ ഷിയാമെങ് എഴുതിയിരിക്കുന്നത് ഊ എന്ന അക്ഷരമാണ്. ശരിക്കും ഊ ഷിയാമെങ്ങിനെ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ അവശേഷിച്ചിരുന്ന ഊർജ്ജം ഉപയോഗിച്ച് ഊ ഷിയാമെങ് എഴുതിയതാണ് ഊ എന്ന ആ ലെറ്റർ. ആ ലെറ്ററിലേക്ക് അല്പനേരം നിർനിമേഷനായി നോക്കി നിന്ന നീല് അതിവേഗം ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങി. ഈ സമയത്ത് അവിടെ ഊ കുടുംബത്തിൽ ഊ ഷിയാമെങ്ങിനെ ആ പ്രധാന ഹാളിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. ഊ ഷിയാമെങ്ങിന്റെ അടുത്ത് നിൽക്കുകയാണ് സാക്ഷൽ ഊ കിയാൻ. ഊ കിയാൻ ഊ ഷിയാമെങ്ങിനെ അവിടെ എത്തിച്ച് റിയാനോടും ഫ്രെഡിയോടും ചോദിച്ചു, നിങ്ങൾ എന്തായി ചെയ്തത്? ഒന്നുമല്ലെങ്കിൽ ഇവൻ കുറെ നാൾ നമുക്കൊപ്പം നിന്നവരല്ലേ, ഇവൻ ഈ ശൈലിയിൽ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് ആരാ അനുവാദം നൽകിയത്? ഊ കിയാൻ വല്ലാത്ത ദേഷ്യത്തോടെയാണ് ആ ചോദ്യം ചോദിച്ചത്. ഈ സമയത്ത് ഊ കിയാന്റെ മകൾ ഊ ഷിനിയും അവിടേക്ക് ഓടിയെത്തി. അവളും ആ കാഴ്ച കണ്ടു. ഊ ഷിനിയുടെ മാർഷൽ ആർട്സ് പ്രാക്ടീസിൽ അവളുടെ പാർട്ട്ണറാണ് യഥാർത്ഥത്തിൽ ഊ ഷിയാൻമെങ്. ഊ ഷിയാൻമെങ്ങിൽ നിന്ന് അനവധി ടെക്നിക്കുകൾ പഠിച്ച കക്ഷിയാണ് ഊ ഷിനി. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ബ്രദറിനോടും മാസ്റ്ററോടുമുള്ള ഒരു അടുപ്പം ഈ ഊ ഷിയാമെങ്ങിനോടുണ്ട്. ആ ഊ ഷിയാനാണ് അവിടെ അതീവ ഗുരുതര അവസ്ഥയിൽ കിടക്കുന്നത്. ആ കാഴ്ച കണ്ട ഊ ഷിനി അന്തപ്പെട്ട് ഊ ഷിയാമെങ്ങിനെ നോക്കുമ്പോൾ ഫ്രെഡി കിയാനോട് പറഞ്ഞു, മാസ്റ്റർ ഇതൊന്ന് നോക്കി. അങ്ങനെ പറഞ്ഞു അവൻ ആ മെഡിസിനൽ ബോട്ടിൽ കിയാന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ ബോട്ടിൽ കണ്ട കിയാൻ ആ ബോട്ടിൽ വാങ്ങിച്ച് തുറക്കുമ്പോൾ അതിനകത്ത് നിറയെ ടാബ്ലറ്റുകളുണ്ട്. മാർഷൽ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന മെഡിസിനൽ ടാബ്ലറ്റുകൾ അതിനകത്ത്
നിറഞ്ഞിരിക്കുന്ന കണ്ടതും അതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് കിയാൻ പുറത്തെടുത്തു. കിയാന് തന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉണ്ടാക്കിയിട്ട് അധിക ദിവസമാകാത്ത മെഡിസിൻ പില്ലാണ്. അങ്ങനെയുള്ള കുറെ എണ്ണമാണ് ആ ചെറിയ ബോക്സിൽ ഇട്ടിരിക്കുന്നത്. ആ പ്ലാസ്റ്റിക് ബോക്സിനകത്ത് ഒത്തിരിയേറെ മെഡിസിൻ പിൽസ്. രണ്ടാമത് ആലോചിക്കാതെ ആ പില്ലിൽ ഒരെണ്ണം കിയാൻ അങ്ങ് കഴിക്കുകയും ചെയ്തു. ആ പില്ല് അയാളുടെ തൊണ്ടയിലൂടെ താഴോട്ട് ഇറങ്ങുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു കുളിരുണ്ടാവുകയാണ്. അയാളുടെ വയറിനകത്ത് ഏതാണ്ട് സെക്കൻഡുകൾക്കകം ഒരു ഊർജ്ജ വിസ്ഫോടനം തന്നെ നടന്നു. ആ ഊർജ്ജത്തെ സർക്കുലേഷൻ ടെക്നിക്കിലൂടെ അയാളുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും അയാൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അയാൾ പോലും അറിയാതെ അയാളുടെ ശക്തി വർദ്ധിക്കുകയാണ്. അമ്പരപ്പിക്കുന്ന കപ്പാസിറ്റിയുള്ള ആ പില്ലിലേക്ക് വീണ്ടും വീണ്ടും മാറി തിരിഞ്ഞു നോക്കുന്ന കിയാനോടായി റിയാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഇവന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇത് എവിടെ നിന്നാണ് അവനെ കിട്ടിയെന്ന് ചോദിച്ചിട്ട് അവൻ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവനെ കൈവയ്ക്കേണ്ടി വന്നത്. അത് മാത്രമല്ല, ഞങ്ങള് പിടികൂടാൻ ചെന്നപ്പോൾ അവൻ ഒറ്റയിടിക്ക് ഫ്രെഡിയെ ദൂരേക്ക് തെറിപ്പിച്ചു. ഒറ്റയിടിക്ക് ഫ്രെഡിയെ ഷിയാൻ മെങ് ദൂരേക്ക് തെറിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ കിയാന്റെ മുഖത്ത് വല്ലാത്തൊരു അതിശയം. ശരിക്കും ആ പറഞ്ഞ കാര്യം അസംഭവ്യമാണ്. ഫ്രെഡി ഷിയാനേക്കാൾ ഒരുപാട് റാങ്ക് മുകളിൽ നിൽക്കുന്ന മാർഷൽ ആർട്ടിസ്റ്റാണ്. ആ മാർഷൽ ആർട്ടിസ്റ്റിനെ ഒറ്റയിടിക്ക് ഷിയാൻ മെങ് ദൂരേക്ക് തെറിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ സംഭവം ഒരുപാട് ചോദ്യങ്ങൾ ഉദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കിയാൻ അമ്പരപ്പോടെ ഫ്രെഡിയെ നോക്കിയതും ഫ്രെഡി കിയാനോട് പറഞ്ഞു, ഫാമിലി ഹെഡ്, റിയാൻ പറഞ്ഞത് 100% ശരിയാണ്. എന്റെ പഞ്ചിനെ ഇവൻ മറു പഞ്ച് കൊണ്ട് തടയ്ക്കരുത്. ഇവൻ എന്നെ തടുത്തപ്പോൾ ഞാൻ ഒരുപാട് ദൂരേക്ക് തെറിച്ചു. ശരിക്കും അവന്റെ പവർ ഒരുപാട് കൂടിയിരിക്കുകയാണ്. ഇവൻ ആ പവർ എങ്ങനെ കൂടി എന്നുള്ള കാര്യം ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ രണ്ടും ചേർന്ന് വളരെ പാടുപെട്ട ഇവനെ കീഴടക്കിയത്. ഇവനെ ഈ ശൈലിയിലല്ലാതെ ഇവിടെ കൊണ്ടുവരാനേ പറ്റുമായിരുന്നില്ല. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും കിയാൻ ഷിയാമെങ്ങിന്റെ അടുത്തിരുന്നു. ഷിയാമെങ്ങിന്റെ അടുത്തേക്കിരുന്ന കിയാൻ ഷിയാമെങ്ങിനോട് ചോദിച്ചു, ഷിയാൻ, ശരിക്കും നിന്റെ ശക്തി എങ്ങനെയാ വർദ്ധിച്ചത്? ഷിയാൻ, ഈ മെഡിസിനൽ പിൽസ് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇത് രണ്ടിനും നീ ഉത്തരം പറഞ്ഞാൽ നിന്നെ ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ തിരിച്ചെടുക്കാം. നീ പറ, നിനക്കിത് എവിടെ നിന്നാ കിട്ടിയത്? ആരാ നിനക്ക് പുതിയ മാർഷൽ ആർട്സ് ടെക്നിക്ക് പഠിപ്പിച്ചത്? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ കിയാൻ അവന് വായിലെ രക്തം പുറത്തേക്ക് തുപ്പി. ശരിക്കും ഈ സമയത്താണ് ഷിനി അവിടെ ഓടിയെത്തുന്നത്. ഷിനി ഷിയാമെങ്ങിന്റെ അടുത്ത് ഓടിയെത്തി അവളുടെ കയ്യിലിരുന്ന കർച്ചിഫ് കൊണ്ട് ഷിയാമെങ്ങിന്റെ വാ തുടച്ചു. അതിനുശേഷം അവള് കിയാനോട് പറഞ്ഞു, അച്ഛാ, എന്താ ഈ കാണിക്കുന്നത്? അങ്കിളിനെ എന്തിനെങ്ങനെ ഉപദ്രവിക്കുന്നത്? അവളെക്കാൾ പ്രായക്കൂടുതലുണ്ട് ഷിയാമെങ്ങിന്. ഷിയാമെങ് അവളുടെ പിതാവിന്റെ ബന്ധത്തിലുള്ള ഒരാളാണ്. ഷിയാമെങ്ങിനെ അങ്കിൾ എന്ന് വിളിക്കുന്ന ഷിനി അവന്റെ ചുണ്ടിലെ ആ രക്തം തുടച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ചതും കിയാൻ ഷിനിയോട് പറഞ്ഞു, നീ ഇതിൽ ഇടപെടണ്ട. അച്ഛ എന്തായി പറയുന്നത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത ആളാണ് ഈ അങ്കിള്. ഈ അങ്കിളിനെ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഷിനി, ഞാൻ നിന്നോട് പറഞ്ഞു ഈ വിഷയത്തിൽ ഇടപെടണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ കിയാൻ അയാളുടെ പുറകെ നിൽക്കുന്ന ആളുകളെ നോക്കിയതും അവർക്ക് കാര്യം മനസ്സിലായി. അവര് രണ്ടുപേർ പെട്ടെന്ന് മുന്നോട്ട് വന്ന് ഷിനിയെ അവിടെ പിടിച്ചെണിപ്പിച്ച് പുറകോട്ട് വലിച്ചു മാറ്റി. അവളെ കൈയൊക്കെ കുടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ അനങ്ങാൻ സമ്മതിക്കാതെ അവർ രണ്ടുപേരുടെ പിടിച്ച് അങ്ങനെ നിർത്തുമ്പോൾ ഷിയാമെങ്ങിനോട് കിയാൻ വീണ്ടും ചോദിക്കുകയാണ്, ഷിയാൻ, നിനക്കിത് എവിടെന്നാ കിട്ടിയത്? ആരാ നിനക്ക് ഈ മാർഷൽ ആർട്സ് ടെക്നിക്ക് നൽകിയത്? എവിടെന്നായി പിൽസ് കിട്ടിയത്? ഷിയാൻ പറ, ഞാൻ ചോദിച്ചിട്ടില്ലേ? കിയാൻ ആ ശബ്ദം ഉയർത്തിപ്പോ ഷിയാൻ കിയാനോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് അറിയില്ല. നിങ്ങൾ നഷ്ടപ്പെടുത്തിയതും നിങ്ങൾ ചെയ്തു കൂട്ടിയതും നിങ്ങൾക്ക് വരുത്താൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഷിയാൻ, നീ അതുവിധം പറയാതെ കാര്യത്തിലേക്ക് വാ. ഈ മെഡിസിനൽ പിൽസ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതിന് മറുപടിയായി ഷിയാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഫാമിലി ഹെഡ് ആയ നിമിഷം മുതൽ ഈ കുടുംബം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പിണക്കാൻ പാടില്ലാത്ത ആളുകളെയാണ് പിണക്കിയത്. നിങ്ങൾ ഒരിക്കലും എന്നെ തേടി ആളുകളെ എന്റെ വീട്ടിലേക്ക് വിടാൻ പാടില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ അവസാനം അടുത്തു. ശരിക്കും മരിക്കാൻ കിടക്കുന്ന കക്ഷിയാണ് ഈ ഷിയാൻ മെങ്. അവന്റെ ബോഡിയിൽ ഒടിയാത്ത എല്ലുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ആ ശൈലിയിലാണ് ഫ്രെഡിയും റിയാനും കൂടി ഷിയാൻ മെങ്ങിനോട് പെരുമാറിയിരിക്കുന്നത്. പക്ഷെ ആ സമയത്തും അവന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു മൂർച്ചയുണ്ട്. അത് കണ്ടതും കിയാൻ അവന്റെ അടുത്ത് എണീറ്റു. കിയാൻ ഷിയാൻ മെങ്ങിനോട് പറഞ്ഞു, ഷിയാൻ, നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ പിന്നിൽ ആരാണ് ഉള്ളതെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് പറ്റും. ഷിയാൻ മെങ് അങ്ങനെ പറഞ്ഞതും കിയാന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഷിയാൻ മെങ്ങിന്റെ അടുത്ത് മുട്ടുകുത്തിയിരിക്കുന്ന കിയാൻ ആ മെസ്സേജിലേക്ക് നോക്കി. ആ മെസ്സേജിലേക്ക് നോക്കിയ കിയാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഷിയാൻ മെങ്, നീ ലിറ്റിൽ മൂൺവില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ലിറ്റിൽ മൂൺവില്ല എന്ന് കേട്ടതും ഷിയാൻ മെങ്ങിന്റെ മുഖത്ത് ഒരു പതർച്ച ഉണ്ടായി. സാക്ഷാൽ നീൽഗിരി താമസിക്കുന്ന വസതിയുടെ പേരാണ് ലിറ്റിൽ മൂൺവില്ല. നീലിന്റെ പേര് പറയാതിരിക്കുകയായിരുന്നു ഷിയാൻ മെങ്. നീൽഗിരിയെ ഇതാ കിയാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ
ലിറ്റിൽ മൂൺ വില്ലയിലെ നീൽഗിരിയാണ് അവിടെ ആ ജിയാങ് പ്രൊവിൻസിനകത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളുടെയൊക്കെ പിന്നിലെന്നുള്ള കാര്യം പുറം ലോകം അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് കൃത്യമായിട്ടും ഷിയമങ്ങിനെ അറിയാം. അത് മനസ്സിലായതും ഷിയമങ് കിയാനോട് പറഞ്ഞു, നിങ്ങൾ പിടയ്ക്കാൻ പാടില്ലാത്ത ആളെയാണ് പിടക്കുന്നത്. അതിന് മറുപടി പറയാതെ കിയാൻ ചുറ്റുമുള്ള ആളുകളെ നോക്കി. ഇവൻ ലിറ്റിൽ മൂൺ വില്ല എന്ന് കണ്ടപ്പോ ശരിക്കും ഭയക്കുന്നുണ്ടല്ലോ. ആരാണ് ഈ ലിറ്റിൽ മൂൺ വില്ലയുമായി കണക്ട് ആയിട്ടുള്ളത്? അതിന് മറുപടി പറഞ്ഞത് റിയാനാണ്. എനിക്ക് തോന്നുന്നത് ഇതാ ചെറുപ്പക്കാരനുണ്ടല്ലോ ഇവിടെ വന്ന ആ നീൽഗിരി, അവൻ താമസിക്കുന്ന സ്ഥലമാണെന്നാണ്. ഞങ്ങള് ഈ ഷിയാൻ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആദ്യം എത്തിയത് ആ ലിറ്റിൽ മൂൺ വില്ലയുടെ സമീപത്താണ്. അവിടെ നിന്നാണ് ഞങ്ങള് ഈ ഷിയാൻ താമസിക്കുന്ന വസതിയിലെത്തിയത്. അത് കേട്ടതും കിയാന്റെ മുഖത്തെ ആ പുഞ്ചിരി ഒന്നുകൂടി അങ്ങ് വലുതായി. കിയാൻ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങള് ഒരു ടീമായിട്ട് ആ ലിറ്റിൽ മൂൺ വില്ലയിലേക്ക് ചെല്ല്. അവനെ കൈയും കാര്യം അടിച്ചുടച്ച് അവനെ ഇവിടെ കൊണ്ടുപോവാ. എന്നിട്ട് നമുക്ക് അവനെ പ്രസിഡന്റ് ടാങ് അവിടെ മുന്നിൽ എത്തിക്കും. അങ്ങനെ കിയാൻ പറഞ്ഞ ആ നിമിഷത്തിൽ ഒരു വൻ ശബ്ദം അവർ കേട്ടു. കുടുംബത്തിന്റെ ഗേറ്റിന്റെ ഭാഗത്ത് നിന്നാണ് ആ ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആ എൻറ്റിയർ ആളുകളുടെയും തല തിരിയുമ്പോൾ ആ പ്രധാന ഹാളിലേക്ക് ഒരു വൻ ശബ്ദത്തോടുകൂടി 2 ഇരുമ്പ് വാതിലുകൾ വന്ന് വീഴുകയാണ്. ആ വീടിന്റെ ഗേറ്റ് പൊളിച്ച് ആ വാതില് ആരോ എടുത്തുകൊണ്ടുവന്ന് ആ ഹാളിനകത്തേക്ക് വലിച്ചെറിഞ്ഞതാണ്. ആ വാതില് അകത്തേക്ക് വീണ ആ നിമിഷത്തിൽ 3-4 ആളുകൾ കൂടി അകത്തേക്ക് വന്ന് വീണു. ആ വാതിലിനെ കാവലുണ്ടായിരുന്ന ഗാർഡുകളാണ് അകത്തേക്ക് വന്ന് വീണത്. വന്ന് വീണ ആർക്കും ജീവനില്ല. ശരിക്കും ഈ സമയത്ത് ആ എൻറ്റയർ ഹാളും പൂർണ്ണ നിശബ്ദതയിലാണ്. ശരിക്കും നിശബ്ദമായി ആ എൻറ്റയർ ആളുകളും അകത്തേക്ക് വീണ ആ ഡെഡ് ബോഡികളിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. നടന്നു വരുന്ന ചെറുപ്പക്കാരൻ അടുത്തെത്താറായതും അവർക്ക് ആളെ മനസ്സിലായി. അത് സാക്ഷാൽ നീൽഗിരിയാണ്. നീൽഗിരി അങ്ങോട്ട് കയറി വന്ന് കണ്ടതും ആദ്യം കിയാന് ഒരു അമ്പരപ്പാണ് ഉണ്ടായത്. പക്ഷേ പെട്ടെന്നാണ് അയാളുടെ ആ അമ്പരപ്പ് മാറി ഒരു പുഞ്ചിരി ഉണ്ടാവുന്നത്. നീൽ, നിന്നെ സമ്മതിക്കാതെ നിർവാഹമില്ല. ഞങ്ങള് നിന്നെ തിരക്കി ആളുകളെ അങ്ങോട്ടേക്ക് വിടാൻ പോയപ്പോ നീ ഇവിടേക്ക് തന്നെ വന്നല്ലോ, അതെന്തായാലും നന്നായി. അങ്ങനെ കിയാൻ പറഞ്ഞതും ആ ഹാളിൽ ഉണ്ടായിരുന്ന 3-4 ആളുകൾ നീൽഗിരിക്കെതിരെ കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. അവർക്ക് അതിന് കിയാന്റെ ഓർഡർ ഒന്നും വേണ്ടി വന്നില്ല. മുന്നോട്ട് കുതിക്കാനായി അവരാരും കിയാന്റെ ഓർഡറിന് വേണ്ടി കാത്തു നിന്നുമില്ല. അതിന്റെ കാരണം ആ വീടിന്റെ ഗേറ്റ് തകർത്തതും ആ 4 കാവൽക്കാർ കൊല്ലപ്പെട്ടതുമായ കാര്യമാണ്. ശരിക്കും ഒരു അറ്റാക്കാണ് ആ ഫാമിലിക്കെതിരെ നടന്നിരിക്കുന്നത്. ആ അറ്റാക്കിനോട് ഉടൻ പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്ന് മുന്നോട്ട് കുതിക്കുന്ന ആ ചെറുപ്പക്കാർക്ക് അറിയാം. മുന്നോട്ട് കുതിച്ച ആ ചെറുപ്പക്കാരുടെ കയ്യിൽ ആയുധങ്ങളുമുണ്ട്. നീളമുള്ള കഠാരകളും ഇരുതല മൂർച്ചയുള്ള വാളുകളുമായി മുന്നോട്ട് കുതിച്ച ആ ചെറുപ്പക്കാർ നീലിന് ഏകദേശം ഒരു 10 അടി അടുത്തെത്താറായതും നീലും മുന്നോട്ട് കുതിച്ചു. നീലും അവരും തമ്മിലുള്ള അകലം കൃത്യം 10 അടി ആയപ്പോഴാണ് നീല് മുന്നോട്ട് കുതിക്കുന്നത്. മുന്നോട്ട് കുതിച്ച നീലിനെ എല്ലാ ആളുകളും കണ്ടു. പക്ഷേ അടുത്ത 4-5 സെക്കൻഡുകളിൽ അവിടെ നടന്ന കാര്യങ്ങൾ ശരിക്കും ബാക്കിയുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന ശൈലിയില് അവിടെ അരങ്ങേറിയത്. നീലിനെ നേരിടാനായി മുന്നോട്ട് കുതിച്ച ആ ചെറുപ്പക്കാരനും ഏതാണ്ട് മുഖാമുഖം കണ്ട ആ നിമിഷത്തിൽ അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഒരു രംഗം അവർ കാണുകയാണ്. തന്റെ അടുത്തേക്ക് വന്ന ആ മാർഷൽ ആർട്ടിസ്റ്റിനെ ഒന്ന് കവർ ചെയ്ത നീല് ഇടത് കൈ കൊണ്ട് അവന്റെ വലത് കൈ പിടിച്ച് ഒരു കറക്കം. അതിവേഗതയിൽ നീൽ അവനെ കറക്കിപ്പോ അവന്റെ കഴുത്തിൽ നിന്ന് തലയറ്റ് താഴെ വീഴുകയാണ്. ആ കഴുത്തറ്റിരിക്കുന്നത് അവന്റെ കയ്യിലുള്ള ആ കഠാര മൂലമാണ്. കണ്ടഞ്ചിക്കുന്ന വേഗതയിലാണ് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്. അതേ സമയത്ത് ആ താഴേക്ക് വീണ ആ ഡെഡ് ബോഡിയുടെ ഭാഗമായ കയ്യിലിരിക്കുന്ന ആ കത്തി തൊട്ട് സമീപത്തെത്തിയ ഒരാളുടെ നെഞ്ചിലൂടെ അങ്ങ് കടക്കുകയും ചെയ്തു. തല തറയിലേക്ക് വീണ ആ വ്യക്തിയുടെ കഠാര അടുത്ത ആളിന്റെ നെഞ്ചിലേക്ക് കയറുമ്പോൾ ആ ആളിന്റെ കയ്യിലിരുന്ന വാള് തൊട്ട് സമീപത്തെത്തിയ മറ്റൊരാളുടെ കഴുത്തിലേക്കും അങ്ങ് കയറിയിരുന്നു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു മാല കോർക്കൽ രംഗമാണ് അവിടെ ആളുകൾ കാണുന്നത്. തല ആ കഴുത്തിൽ നിന്ന് അറ്റ് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ആ സമയത്താണ് ആ തല ഇരുന്ന ബോഡിയിലെ കയ്യിലെ കഠാര വലതു ഭാഗത്തുള്ള ചെറുപ്പക്കാരന് നെഞ്ചിലേക്ക് കയറുന്നതും ആ കഠാര കയറിയ നെഞ്ചുള്ള ആ വ്യക്തിയുടെ കയ്യിലെ വാള് സമീപത്തുള്ള ഒരാളുടെ കഴുത്തിലേക്ക് കയറുന്നതും. നീലിന്റെ വലതു ഭാഗത്ത് ആ കാഴ്ചകൾ അങ്ങനെ സംഭവിക്കുന്ന അതേ നിമിഷത്തിൽ നീല് ആ പോയിന്റിൽ നിന്ന് മുന്നോട്ട് കയറുകയും മറ്റൊരാളുടെ നെഞ്ചിലേക്ക് തന്റെ കൈ കൊണ്ട് ആഞ്ഞ് ഇടിക്കുകയും ചെയ്തിരുന്നു. വലത് കൈയും ഇടത് കൈയും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ 2 ചെറുപ്പക്കാരുടെ നെഞ്ചിലൂടെ
നീലിന്റെ ആ രണ്ട് കൈകളും കടന്നു പോവുകയാണ്. രണ്ട് വ്യക്തികളും തങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്ത് വൻ ഹോള് വീണത് ശരിക്കും അമ്പരപ്പോടെയാണ് കണ്ടത്. അവർക്ക് ആ കാഴ്ച വിസിബിൾ ആണ്. ഒറ്റ ഇടിക്ക് അവരുടെ നെഞ്ച് പിളർന്ന് ആ നെഞ്ചിന്റെ ഭാഗത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടെ തെറിച്ചു പോയിരിക്കുകയാണ്. ഒരു സെക്കൻഡ് അത്രയും നേരം അവര് ആ കാഴ്ച ലൈവായി കാണുകയാണ്. അവരുടെ സ്വന്തമായിരുന്ന ഹൃദയവും മറ്റവയവങ്ങളൊക്കെ ഇതാ ഒറ്റ ഇടിക്ക് ആ ഭാഗത്തുനിന്ന് എല്ലുകൾക്കൊപ്പം തെറിച്ചു പോയിരിക്കുകയാണ്. ആ ബോധ്യത്തോടെയാണ് ശരിക്കും ആ രണ്ട് ചെറുപ്പക്കാരും താഴേക്ക് വീഴുന്നത്. തന്റെ പുറകിൽ 5 ആളുകൾ വീണത് ശ്രദ്ധിക്കാതെ അവരെ മറികടന്ന് നീല് മുന്നിൽ നിൽക്കുകയാണ്. ഈ രംഗം അതിവേഗത്തിലാണ് സംഭവിച്ചത്. നീലിനെ നേരിടാൻ പോയ 5 ആളുകൾ നിമിഷ നേരം കൊണ്ട് കൊല്ലപ്പെട്ട ആ രംഗം വിശ്വസിക്കാനാവാതെ റിയാനും ഫ്രെഡിയും കിയാനും ഷിനിയും ബാക്കി മാർഷൽ ആർട്ടിസ്റ്റുകളൊക്കെ വാ പൊളിച്ച് നീലിനെയും അവിടെ അപ്പോഴും താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ ഡെഡ് ബോഡികളെ നോക്കുമ്പോൾ ഷിനിയെ പിടിച്ചിരുന്ന ആളുകൾ ഷിനിയുടെ ബോഡിയിൽ നിന്ന് കൈയെടുത്തു കഴിഞ്ഞു. അവിടെ ബാക്കിയുള്ള ആളുകൾ ശ്വസിക്കാൻ പോലും ആകാതെ നീലിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീല് ഊ ഷിയാൻമെങ്ങിന്റെ അടുത്തെത്തി. ഊ ഷിയാൻമെങ്ങിന്റെ അടുത്തേക്ക് നീല് ഏതാണ്ട് പറന്നെത്തി എന്ന് പറയാം. അതിനിടയിൽ ഇരുഭാഗത്തുമായി ഉണ്ടായിരുന്ന ആളുകൾ അവർ പോലും അറിയാതെ അങ്ങ് വഴിമാറി പോവുകയായിരുന്നു. അവർക്ക് നീലിന്റെ നിഴല് പോലും അവരെ കൊല്ലുമെന്ന് തോന്നിയതുകൊണ്ട് പെട്ടെന്ന് അവരങ്ങ് വഴിമാറിയത്. ഊ ഷിയാമെങ്ങിന്റെ അടുത്തെത്തിയ നീല് ശരിക്കും ഊ ഷിയാമെങ്ങിന്റെ ആ അവസ്ഥ കണ്ടപ്പോ സ്തംഭിച്ചിങ്ങനെ നിന്നു പോവുകയാണ്. ഊ ഷിയാമെങ്ങിനെ കൊല്ല ചെയ്തിരിക്കുകയാണ്. ഷിയാമെങ്ങിന്റെ മുഖം മുതൽ കാല് വരെ ഏതാണ്ട് അടിച്ച് ഓടിച്ചിരിക്കുകയാണ്. നെഞ്ചിൽ ഞാഞ്ഞ് ചവിട്ടിയതിന്റെ സകല ലക്ഷണങ്ങളും കാണാം. ആ കാഴ്ചയിലേക്ക് നോക്കിയാൽ നീല് അവിടെ നിൽക്കുന്ന ആളുകളെ ഒന്ന് നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ആരാ ഷിയാമെങ്ങിനെ ഈ ശൈലിയിൽ ആക്രമിച്ചത്? ആ ചോദ്യത്തിന് ഒരു ഉത്തരവും ആരും പറഞ്ഞില്ല. സകലരും അങ്ങനെ നിശബ്ദരായി നിൽക്കുകയാണ്. അത് കണ്ടതും നീലു ഒരിക്കൽ കൂടി ചോദിച്ചു, ആരാണ് ഷിയാമെങ്ങിന്റെ പുറത്ത് കൈവച്ചത്? ഞാൻ 1 മുതൽ 3 വരെ എണ്ണം. അതിനിടയിൽ ഷിയാമെങ്ങിന്റെ പുറത്ത് കൈവച്ച ആള് മുന്നോട്ട് കയറി നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീല് 1 എണ്ണിയതും ഫ്രെഡി മുന്നോട്ട് കയറി. ഡാഡി, നീ വലിയ ജാടയെന്ന് കാണിക്കണ്ട. നീ കുറച്ചുപേരെ അങ്ങ് കൊന്നു കരുതി നീ വലിയ ശക്തനാണെന്ന് ധരിക്കുക വേണ്ട. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഫ്രെഡി അതിവേഗതയിൽ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ഫ്രെഡി മാത്രമല്ല, റിയാനും മുന്നോട്ട് കുതിച്ചു. അവർ രണ്ടും കൂടിയാണല്ലോ ഷിയാമെങ്ങിനെ ആ പരുവത്തിലാക്കിയത്. അവർക്കിപ്പോ അവരുടെ കോമ്പിനേഷന്റെ ശക്തിയെക്കുറിച്ച് നല്ല ധാരണയാണ്. ഒരു ഭാഗത്തുനിന്ന് ഫ്രെഡിയും മറുഭാഗത്തുനിന്ന് റിയാനും നീലിനെതിരെ കുതിച്ചു വരുമ്പോൾ ഷിനി അമ്പരപ്പോടെ ആ കാഴ്ച കാണുകയാണ്. അവൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടെന്ന് അവളുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. തനിക്കെതിരെ കുതിച്ചു വരുന്ന റിയാനെയും അതുപോലെ ഫ്രെഡിയും വെറുതെ നോക്കി നിൽക്കുകയാണ് നീല്. നീല് അനങ്ങുന്നേയില്ല. എന്നാൽ റിയാനും അതുപോലെ ഫ്രെഡിയും അവരുടെ പൂർണ്ണ ശക്തിയും അവരുടെ കൈകളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്നത്. മുന്നോട്ട് കുതിച്ച അവർ രണ്ടുപേരും ചാടി ഉയർന്ന് ഒരേ സമയം നീലിനെ അറ്റാക്ക് ചെയ്യാൻ അതിശക്തമായ പഞ്ചുകൾ കൊണ്ട് ആകാശത്ത് നിന്ന് തനിക്ക് നേരെ ആ പഞ്ചുകൾ പാഞ്ഞു വരുമ്പോൾ നീല് അനങ്ങുന്നതേയില്ല. രണ്ടുപേരുടെയും കൈകൾ നീലിന്റെ ബോഡി തൊട്ടില്ലെന്നായ ആ നിമിഷത്തിൽ നീല് ആ കൈകൾ അങ്ങ് പിടിച്ചു. തികച്ചും അപ്രതീക്ഷിതമായി അമ്പരിപ്പിക്കുന്ന വേഗതയിൽ നീല് ആ കൈകൾ പിടിച്ചതും നീലിന്റെ പുറത്തേക്ക് ചാടി ഉയർന്ന് ആഞ്ഞിടിച്ച ആ രണ്ടുപേരുടെയും ബാലൻസ് അങ്ങ് പോയി. അവർക്ക് അവരുടെ ആ മുറുക്കിയ മുഷ്ടികൾ നീലിന്റെ പുറത്തേക്ക് തൊടിക്കാൻ പറ്റില്ല. അതിനു മുമ്പാണ് അവരുടെ റിസ്റ്റിൽ പിടി വീണത്. രണ്ടുപേരും വായുവിൽ അങ്ങനെ സ്റ്റക്കായതുപോലായി. പക്ഷെ ആ നിമിഷം തന്നെ ആ രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി. അവരുടെ കൈകൾ വല്ലാതെ വേദനിക്കുന്നു എന്ന കാര്യം. ആ കൈകളിൽ പിടിമുറുക്കിയ നീല് ആ രണ്ട് കൈകളും ഒന്ന് തിരിക്കുകയായിരുന്നു. ശബ്ദത്തോടു കൂടി പെട്ടെന്ന് ആ രണ്ടുപേരുടെ എല്ലുകൾ ചിതറുന്നത് സകലരും ലൈവായി കാണുകയാണ്. റിയാന്റെയും ഫ്രെഡിയുടെയും ആ രണ്ട് കൈകളും അവരുടെ ബോഡിയിൽ നിന്ന് ഇളകി മാറുകയും ചെയ്തു. നീല് ആ രണ്ട് കൈകളും പിടിച്ച് തിരിച്ച് ആ കൈ ഇങ്ങനെ വലിച്ചൂരിയതാണ്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ ഹാളിനകത്ത് ആ രംഗം അരങ്ങേറിയപ്പോൾ ശ്വാസം നിലച്ചതുപോലെ ആ എൻറ്റയർ മാർഷൽ ആർട്ടിസ്റ്റുകളും ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഫ്രെഡിയുടെയും റിയാന്റെയും വലത് കൈകൾ അവരുടെ ബോഡിയിൽ നിന്ന് ഇളകിപ്പോയിരിക്കുകയാണ്. ശരിക്കും നീല് ആ കൈകൾ പുഴുതെടുത്തിരിക്കുകയാണ്. നീലിന്റെ കയ്യിൽ ആ രണ്ട് കൈകളുമുണ്ട്. നീലിന്റെ കയ്യിലിരിക്കുന്ന ആ രണ്ട് കൈകളിലേക്കും നഷ്ടപ്പെട്ടു പോയ ഫ്രെഡിയുടെയും റിയാന്റെയും ആ കൈകളുടെ ഭാഗത്തേക്കും ശ്വാസം നിലച്ച ആ നിമിഷത്തിലും ആളുകളുടെ കാഴ്ച പാറി വീഴുകയാണ്. ഫ്രെഡിയും റിയാനും സ്തംഭിച്ച് നിൽക്കുകയാണ്.
ആ നിമിഷത്തിൽ അവരുടെ കൈകൾ നഷ്ടപ്പെട്ട വേദന അവര് അറിയുന്നില്ല എന്നതാണ് സത്യം. അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല അവർ കാണുന്ന കാഴ്ച. അവരുടെ രണ്ടുപേരുടെയും കൈകൾ അവരുടെ എതിരെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരന്റെ കയ്യിലിരിക്കുകയാണ്. ഒരു നിമിഷം സ്തംഭിച്ച് നിശ്ചലരായി അവിടെ നിന്ന് അവർ രണ്ടുപേരും പെട്ടെന്നാണ് നീല് ഒന്ന് ചലിക്കുന്നത് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകും മുമ്പ് അവരുടെ അറ്റുപോയ രണ്ട് കൈകളും അവർക്ക് നേരെ പാഞ്ഞു വരുന്നതാണ് അവർ കണ്ടത്. ആ രണ്ട് കൈകളും അതിവേഗതയിൽ അവരുടെ മുഖത്ത് നേരെ പാഞ്ഞു വന്നു. അവർക്ക് കണ്ണടയ്ക്കാൻ കഴിയും മുമ്പ് ആ കൈകൾ വന്ന് അവരുടെ മുഖത്തടിച്ചതും രണ്ടുപേരും പുറകോട്ട് തെറിച്ചു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗമാണ് അവിടെ അരങ്ങേറിയിരിക്കുന്നത്. വലിച്ചു പുഴുതെടുക്കപ്പെട്ട രണ്ട് കൈകളും നീല് തിരിച്ചറിഞ്ഞതും ആ കൈകൾ നഷ്ടപ്പെട്ട ആളുകളുടെ മുഖത്തടിച്ച് ആ രണ്ടാളുകളും തറയിലേക്ക് വീണതും നീല് അവരുടെ അടുത്തെത്തി. അതേ നിമിഷത്തിൽ നീല് ആദ്യം റിയാന്റെ വലതുകാലിലും പിന്നെ ഫ്രെഡിയുടെ വലതുകാലിലും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആഞ്ഞ് ഓരോ ചവിട്ടും. ടക് ടക് ശബ്ദത്തോടെ അവരുടെ രണ്ടുപേരുടെയും കാലൊടിഞ്ഞു. ഏതാനും സെക്കൻഡ് നേരം പിന്നീട് നമ്മൾ കാണുന്നത് നീലിന്റെ ഒരു പരകായ പ്രവേശമാണ്. നീല് ആ രണ്ടുപേരുടെയും രണ്ട് കാലും അതുപോലെ ചവിട്ടി ഓടിച്ചു. അവസാനം അവരുടെ ബാലൻസ് ഉള്ള കൈയും ചവിട്ടി ഓടിച്ചു. ഇപ്പോഴും അവർക്ക് ജീവനുണ്ട്. അവരുടെ ഒരു കൈ പിടിതെടുക്കപ്പെട്ടിരിക്കുകയാണ്. മുഖത്ത് ശക്തമായി ഇടിയേറ്റിന്റെ ഫലമായി ചോര പൊട്ടിയൊലിക്കുകയാണ്. രണ്ടുപേരുടെ കവളലുകൾ പൊട്ടിപ്പോയിട്ടുണ്ട്. രണ്ടുപേരും വേദന കൊണ്ട് പൊളയുമ്പോൾ നീല് കാലുയർത്തി ഒരൊറ്റ ചവിട്ട്. ആദ്യം ചവിട്ട് കിട്ടിയത് സാക്ഷാൽ ഫ്രെഡിക്കാണ്. ഫ്രെഡിയുടെ നെഞ്ചിൽ ആ ചവിട്ട് പതിയുമ്പോൾ വാരിലകൾ പൊട്ടുന്ന ശബ്ദം എല്ലാവർക്കും കേൾക്കാം. അടുത്ത നിമിഷത്തിൽ റിയാന്റെ നെഞ്ചിലേക്കും നീലിന്റെ കാലങ്ങ് ആഞ്ഞു പതിച്ചു. ആ റിയാന്റെയും എല്ലുകൾ പൊട്ടി തകരിപ്പോ നിശ്ചലനായി നിശബ്ദനായി ആ കാഴ്ച കണ്ട് നിൽക്കുകയാണ് സാക്ഷാൽ ഊക്കിയാൻ. ഫാമിലിയുടെ ദ ഒണാൻറ്റുള്ളി ഫാമിലി ഹെഡ് ഊക്കിയാൻ. എന്താണ് തന്റെ മുമ്പിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അമ്പരന്ന് ആ കാഴ്ചയിലേക്ക് അങ്ങനെ നിർനിമിഷനായി നോക്കി നിൽക്കുമ്പോൾ നീല് കാലൊന്നുയർത്തി റിയാന്റെ തലയിൽ ഒരൊറ്റ ചവിട്ട്. മത്തങ്ങ ചിതറും പോലെ റിയാന്റെ തലയങ്ങ് ചിതറി. അടുത്ത നിമിഷത്തിൽ അത് ഫ്രെഡിയിലും ആവർത്തിച്ചു. ഫ്രെഡിയുടെ തലയും നീല് ഒറ്റ ചവിട്ടിന് അങ്ങ് ചിതറിപ്പിച്ചു. ഇത്രയും നേരം ബാക്കിയുള്ള ആരും അവരുടെ പൊസിഷനിൽ നിന്ന് അനങ്ങിയിട്ടേയില്ല. ഒരു സിനിമ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ആ സ്ക്രീനിലേക്ക് അങ്ങനെ നോക്കി നിൽക്കും പോലെ അവരെല്ലാവരും അവരുടെ മുന്നിലെ സ്ക്രീനിലേക്ക് നോക്കുന്ന പോലെ നീലിന്റെ ആ പ്രവൃത്തിയെ നോക്കി നിൽക്കുകയാണ്. സകല ആളുകളും ശ്വസിക്കാൻ പോലും മടിച്ച് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീല് ഷിയാൻമെങ്ങിന്റെ അടുത്തേക്ക് എത്തി. ഷിയാൻ, അവരാണല്ലേ നിന്നെ ഉപദ്രവിച്ചത്? അങ്ങനെ നീല് ചോദിക്കുമ്പോൾ ഷിയാൻ ആ അവസ്ഥയിലും തല ഉയർത്തി നീലിനോട് പറഞ്ഞു, അതെ മിസ്റ്റർ ഗ്രീ, അവരാ എന്നെ ഉപദ്രവിച്ചത്. അങ്ങനെ ഷിയാൻമെങ് പറയുമ്പോഴും ഷിയാൻമെങ്ങിന് ഒരു കാര്യം അറിയാം. അവന്റെ കുടുംബം അവസാനിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം. നീലിന് ദേഷ്യം വന്നാൽ അവൻ പിന്നെ എന്താണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഷിയാന് ഇപ്പൊ ഒരു ധാരണയുണ്ട്. അത് തന്നെയാണ് തുടർന്ന് സംഭവിച്ചത്. അത്രയും നേരം നിശബ്ദനായിരുന്ന ഊക്കിയാൻ പെട്ടെന്ന് കാല് തറയിൽ ആഞ്ഞൊന്ന് ചവിട്ടി. ഹക്സിയുടെ റാങ്ക് ലിസ്റ്റിൽ 191 റാങ്കുകാരനായ ഊക്കിയാൻ അതുവരെ അടക്കി വെച്ച ദേഷ്യം മുഴുവൻ ആ ചവിട്ടിൽ പ്രതിഫലിക്കുകയാണ്. അയാളുടെ ചവിട്ട് തറയിൽ പതിച്ചതും ആ തറ ഒന്ന് കിടുങ്ങി. ശരിക്കും തരംഗങ്ങൾ ആ തറയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയാണ്. നീല് അപ്പോ കിയാന് തിരിഞ്ഞു നിൽക്കുകയാണ്. നീല ശ്രദ്ധ മുന്നിലുള്ള ഷിയാൻമെങ്ങിൽ മാത്രമാണ്. പുറകിൽ അതിശക്തനായ ഒരു യോദ്ധാവ് തറയിലേക്ക് ആഞ്ഞു ചവിട്ടിയ കാര്യമൊന്നും നീലിനെ ബാധിക്കുന്ന കാര്യമല്ല. ഷിയാൻമെങ്ങിനെ ഒന്ന് നോക്കിയിട്ട് നീല് ഷിയാൻമെങ്ങിനോട് പറഞ്ഞു, പേടിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് നീല് തിരിയുമ്പോൾ കിയാൻ നീലിന് നേരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. ഏയ്, നീ ശരിക്കും ശക്തനാണ്, പക്ഷേ യഥാർത്ഥ ശക്തി എന്താണെന്ന് നീ ഇതാ അറിയാൻ പോവുകയാണ്. ഹക്സൻ റാങ്ക് ലിസ്റ്റിൽ 191 കിയാൻ ആ ജങ് പ്രൊവിൻസിൽ ചാങ് ആവോ കഴിഞ്ഞാൽ അടുത്ത ശക്തനാണ്. അത് അയാൾക്ക് അറിയാം. ആരില്ലെങ്കിലും അയാൾ ഒറ്റയ്ക്ക് ഒരു പട നയിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. അതറിയാവുന്ന ഊക്കിയാൻ രണ്ട് കൈയും വീശി നീലിനെതിരെ നടന്നു വരികയാണ്. അയാളുടെ ആ നടത്തം കണ്ടെന്നറിയാം അയാൾ സകലതും തച്ചുടയ്ക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ കൈവീശി നടന്നു വന്ന കിയാൻ നെഞ്ചു വിരിച്ചു പിടിച്ചുകൊണ്ട് കിയാൻ ഒരൊറ്റ ഇടി നീലിനെതിരെ ഇടിക്കുമ്പോൾ നീല് തിരിച്ച് അതേപോലെ പഞ്ച് ചെയ്തു. ഇടിയേറ്റ് കിയാൻ ഒത്തിരി സ്റ്റെപ്പ് പുറകോട്ട് മാറി. 191 റാങ്കുകാരനായ കിയാൻ പുറകോട്ട് മാറിയപ്പോൾ കിയാൻ ഒരു അമ്പരപ്പ്. അയാള് ഹക്സിൻ റാങ്ക് ലിസ്റ്റിലെ ഈ ജെൻ പ്രൊവിൻസിലെ നമ്പർ 2 എന്ന് വിളിക്കാൻ കഴിയുന്ന കക്ഷിയാണ്. രഹസ്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതേക്കാൾ മെച്ചപ്പെട്ട റാങ്ക് ഉണ്ടായേക്കും. പക്ഷേ അറിയാവുന്ന റാങ്ക് ലിസ്റ്റ് വെച്ച് നോക്കിയാൽ കിയാൻ ടോപ്പാണ്. ആ കിയാനാണ് ഒത്തിരി സ്റ്റെപ്പ് പുറകോട്ട് മാറിയത്. തന്റെ എതിരാളി
തന്നെക്കാൾ ശക്തനാണെന്ന് അപ്പോഴാണ് കിയാന് ഏതാണ്ട് ബോധ്യമായത്. നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ അയക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ ഒരു കോൺഫിഡൻസ് കിയാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കിയാൻ വളരെ കൂളായിട്ട് നീലിന്റെ മുന്നിലേക്ക് വന്ന് നീല ആഞ്ഞങ്ങ് ഇടിച്ചത്. പക്ഷെ തിരിച്ചു കിട്ടിയ ആ പഞ്ച് അയാൾക്ക് ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട്. ആ വേദന അയാളുടെ കയ്യിൽ അങ്ങനെ പടരുകയാണ്. പെട്ടെന്നാണ് ആരോ ഒരാൾ ഒരു വാള് കിയാന് നേരെ എറിഞ്ഞു കൊടുത്തത്. ഫാമിലി ഹെഡ്, ഇത് പിടിച്ചോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് എറിഞ്ഞു കൊടുത്ത ആ വാള് കയ്യിൽ കിട്ടിയതും കിയാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. ശരിക്കും അയാൾ എക്സ്പെർട്ട് ആയിരിക്കുന്നത് ഈ സോഡ് ഫൈറ്റിലാണ്. വാള് കൊണ്ടുള്ള ആ ഫൈറ്റിൽ അയാൾ ഒരു അഗ്രഗണ്യനാണ്. മുഷ്ടി കൊണ്ടുള്ള ആ യുദ്ധം അതല്ല അയാളുടെ സ്പെഷ്യലൈസേഷൻ. വാള് കയ്യിൽ കിട്ടിയതും അയാൾ ആ വാളിലേക്ക് നോക്കി. അത് അയാളുടെ തന്നെ വാളാണ്. വീടിനകത്തുനിന്ന് ആരോ ആ സമയത്ത് ആ വാൾ എടുത്തുകൊണ്ട് വന്ന് കിയാന് നേരെ എറിഞ്ഞു കൊടുത്തതാണ്. വാള് കയ്യിൽ കിട്ടിയതും കിയാൻ ആ വാള് നീലിന് നേരെ ചൂണ്ടി നീലിനോട് പറഞ്ഞു, ഇടാ തീർന്നടാ, നീ തീർന്ന്. സോഡ് ഫൈറ്റിൽ എന്നെ തോൽപ്പിക്കാൻ ഈ ജാങ് പ്രോവിൻസിനകത്ത് ഒരാൾക്കും പറ്റത്തില്ല, നിനക്കതറിയാമോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ ഊ കുടുംബത്തിന്റെ തലവൻ സാക്ഷാൽ ഊ കിയാൻ ആ വാള് വായുവിലൊന്ന് ചുഴറ്റുകയാണ്. ആ വായുവിൽ അയാൾ ആഞ്ഞു ചുഴറ്റുമ്പോ ശരിക്കും ആ വാള് കടന്നു പോകുമ്പോൾ ഒരു പ്രകാശം കൂടി ആ അന്തരീക്ഷത്തിൽ ഉണ്ടാവുകയാണ്. അന്തരീക്ഷത്തിൽ ഒരു പ്രകാശമല്ല ഉണ്ടായത്, അയാൾ ആ വാള് ചുഴറ്റുന്നതനുസരിച്ച് ഒരുപാട് പ്രകാശം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുഴഞ്ഞു മറിയുകയാണ്. ശരിക്കും ഒരു മായാജലം ആ വാൾ ഉപയോഗിച്ച് അയാളോട് സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. ആ വാളിന്റെ അതിവേഗതയിലുള്ള കറക്ക് ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കുകയാണ്. യഥാർത്ഥ വാള് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത ശൈലിയിൽ നീലിന് മുന്നിൽ വാളുകളുടെ ഒരു വൻ ശൃംഖല തന്നെ കിയാൻ സൃഷ്ടിച്ചു എന്ന് പറയാം. അതിനിടയിൽ കിയാൻ ആകാശത്തേക്ക് ചാടി ഉയരുകയും പല ഭാഗത്തുനിന്ന് വാൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് ശരിക്കും ഒരു മാന്ത്രിക അന്തരീക്ഷം കിയാൻ സൃഷ്ടിച്ചു എന്ന് പറയാം. ഈ സമയത്ത് നീല് ആ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ശരിക്കും ഒരു മായാജാലം പോലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ വാളുകൾക്കിടയിലൂടെ ഇതിനിടയിൽ കിയാൻ മുന്നോട്ട് കുതിക്കുകയും ആകാശത്തിന് താഴേക്ക് ആ വാളുമായി പാഞ്ഞിറങ്ങുകയും ചെയ്തു. അതിശക്തമായി ആ വാള് കൊണ്ട് നീലിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി അയാൾ രക്ഷപ്പെട്ട് നീലിന്റെ കഴുത്തിനെതിരെ പാഞ്ഞു വന്ന ആ വാള് പെട്ടെന്നാണ് അന്തരീക്ഷത്തിൽ ഒന്ന് നിന്നത്. കിയാന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അയാൾ വാള് മൂവ് ചെയ്യുന്നില്ല. എന്താ സംഭവിച്ചതറിയാനായി കിയാൻ ആ വാളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കിയാൻ നടുങ്ങുന്ന ഒരു രംഗം കണ്ടു. ആ വാളിൽ നീൽ പിടിച്ചിരിക്കുകയാണ്. നല്ല മൂർച്ചയുള്ള ആ വാളിന്റെ അറ്റത്ത് അങ്ങനെ പിടിച്ചാൽ പിടിക്കുന്ന ആളുടെ കൈ മുറിഞ്ഞു പോകേണ്ടതാണ്. അത് മാത്രമല്ല അയാൾ സൃഷ്ടിച്ച മൊമെന്റം ആ വാളിന് വല്ലാത്തൊരു വേഗത നൽകുന്നുണ്ടായിരുന്നു. കൈ ആരുടേതാണെങ്കിലും അറ്റ തെറിക്കേണ്ടതാണ്. കൈ അറ്റ തെറിച്ചില്ല എന്ന് മാത്രമല്ല ആ കയ്യിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും പുറത്തേക്ക് വന്നതുമില്ല. ആ കാഴ്ച കിയാനെ മാത്രമല്ല ബാലൻസ് ഉള്ള ആളുകളെയും വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ആ നിമിഷത്തിലാണ് കിയാൻ ഒരു കാര്യം കൂടി തിരിച്ചറിയുന്നത്. ആ വാള് പൊട്ടിത്തുടങ്ങുന്നു എന്ന കാര്യം. ആ വാളിന്റെ അറ്റത്ത് പിടിച്ച നീല് ആ വാളൊന്ന് തിരിച്ചതും ടക് ടക് ശബ്ദത്തോടുകൂടി ആ വാള് തകർന്ന് താഴെ വീണു. എത്രയോ ഫൈറ്റുകളിൽ കിയാന്റെ സന്തത സഹചാരിയായിരുന്ന ആ വാള് അങ്ങനെ അങ്ങ് തകർന്ന് വീണപ്പോൾ കിയാൻ ആ ഫോഴ്സിൽ പുറകോട്ട് തെറിച്ചു. പക്ഷെ ആ നിമിഷത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി. നീലും പുറകോട്ട് തെറിച്ചു. തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പുറകോട്ട് തെറിച്ച നീലിന്റെ ഷർട്ട് കുറുകെ കീറി ആ ഷർട്ടിൽ കൂടി രക്തം ഇങ്ങനെ ഒലിച്ചു വരികയാണ്. അതിശക്തമായ ഒരു വെട്ട് നീലിന്റെ ബോഡിയിൽ വീണിരിക്കുന്നു. കിയാൻ ആക്രമിച്ച ആ സമയത്ത് ആരോ ഒരാൾ പതുങ്ങിയിരുന്ന് നീലിനെ ആക്രമിച്ചതാണ്. പുറകോട്ട് മറിഞ്ഞ നീല് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ നീൽ ആ കാഴ്ച കണ്ടു. പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു വാളുമായി അവിടെ നിൽക്കുന്ന കാഴ്ച. ആ ആളെ കണ്ടതും കിയാൻ ഉറക്കെ പറഞ്ഞു, അച്ഛൻ സെക്ലൂഷൻ വന്നോ? ആ കുടുംബത്തിന്റെ യഥാർത്ഥ തലവൻ കിയാന്റെ പിതാവാണ്. അയാള് കഴിഞ്ഞ 1 കൊല്ലമായി ഏകാന്ത പരിശീലനത്തിലായിരുന്നു. അയാൾ പരിശീലിച്ചുകൊണ്ടിരുന്നത് ആ വസതിക്കുള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ശബ്ദ കോലാഹലങ്ങൾ കേട്ടപ്പോൾ അയാൾ പുറത്തേക്ക് കുതിച്ചെത്തിയത്. കിയാന്റെ ചോദ്യം കേട്ടതും കിയാന്റെ പിതാവ് പറഞ്ഞു, ഞാൻ വന്നില്ലെങ്കിൽ നീ ഇപ്പൊ അവസാനിച്ചനെ. അങ്ങനെ ആ പിതാവ് പറഞ്ഞപ്പോൾ നീല് ആ വ്യക്തി തന്നെ നോക്കുകയാണ്. ആ വ്യക്തിയുടെ കയ്യിരിക്കുന്ന വാള് ശരിക്കും പവർഫുൾ ആയിട്ടുള്ള വാളാണ്. നേരത്തെ കിയാന്റെ കയ്യിരുന്ന ശൈലിയിലുള്ള വാളല്ല ആ പ്രായമുള്ള മനുഷ്യന്റെ കയ്യിരിക്കുന്നത്. നീല് ആ വാളിലേക്ക് നോക്കുന്നുണ്ടതും ആ പ്രായമുള്ള ആള് നീലിനോട് പറഞ്ഞു, നീ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. നീ ഇവിടെ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ നിന്നെ കൊണ്ട് ഞാൻ ഉത്തരം പറയിക്കും. ഈ സോഡ് ഫൈറ്റിൽ എനിക്ക് തുല്യരായി വേറെ ആരുമില്ല. അയാൾ പറയുന്നത് 100% ശരിയാണെന്ന് അത് കേൾക്കുന്ന ആർക്ക് മനസ്സിലാവും. കാരണം അയാളുടെ ആ സോഡിൽ നിന്ന് ശരിക്കും ഒരു പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. ആ പ്രകാശത്തിന് അഭൗമമായ ഒരു വല്ലാത്ത സൗന്ദര്യമുണ്ട്. അയാളുടെ കയ്യിരിക്കുന്ന ആ സോഡ് ആ പ്രഭാവത്തിൽ വല്ലാതെ തിളങ്ങിയാണ്. സോഡ് ഫൈറ്റിൽ തന്റെ എതിരാളി അഗ്രഗണ്യനാണെന്ന് ഏതാണ്ട് ബോധ്യമായ നീല് ഇടത് കൈ ഒന്ന് ചലിപ്പിച്ചതും നീലിന്റെ കോട്ടിനകത്തുനിന്ന് ആ ഒടിഞ്ഞ സോഡ് പുറത്തേക്ക് വന്നു.
സാക്ഷാൽ ലൂ ഹാൻസിക നീലിന് കൊടുത്ത ആ ഒടിഞ്ഞ സോഡ്. പകുതി മുറിഞ്ഞു പോയ ഒരു വാള് നീല് കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ടതും ആ പ്രായമുള്ള മനുഷ്യൻ ഒന്ന് ചിരിച്ചു. അത് ശരി, ഒരു മുറിഞ്ഞ വാളും വെച്ചിട്ടാ നീ എന്നെ എതിരിടാൻ പോകുന്നതും? അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ പെട്ടെന്നാണ് നിന്ന സ്ഥലത്തുനിന്ന് മുന്നോട്ട് കുതിക്കുന്നത്. ശരിക്കും അയാൾ മുന്നോട്ട് കുതിച്ചത് ആകാശത്തേക്കാണ്. അയാളുടെ ആ വേഗത ആ പ്രായത്തിലും നമ്മുടെ കണ്ണ് തള്ളിക്കും. ആ വാളുമായി ആകാശത്തേക്ക് കുതിച്ചു വരുന്ന അയാൾ പെട്ടെന്ന് ആകാശത്തൊന്ന് കറങ്ങി ഒരൊറ്റ വെട്ട്. അൺബിലീവബിളായ വേഗത്തിലാണ് അയാളുടെ മുകളിലോട്ടുള്ള കുതിപ്പും അതുപോലെ ആകാശത്തുള്ള ആ കറക്കവും. ആ കറക്കം കറക്റ്റ് ഒരു ആർക്ക് തന്നെ ആകാശത്ത് ആ വാള് വഴി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം. വാള് കൊണ്ട് അതിശക്തമായ അയാൾ അങ്ങനെ വെട്ടിയതും ആ വാള് നീല് നേരെ പാഞ്ഞു വന്ന ആ സമയത്ത് നീല് ആ കയ്യിലിരിക്കുന്ന മുറി ആയുധമെടുത്ത് ഒരൊറ്റ വീശു. ആ മുറി വാള് കൊണ്ട് നീല് വീശിയതും പെട്ടെന്നൊരു പ്രകാശം ആ മുറി വാളിന്റെ ഭാഗത്തുനിന്ന് നീല് നേരെ പാഞ്ഞു വരുന്ന ആ ആർക്ക് സൃഷ്ടിച്ച ആ വാളിലേക്ക് അടിച്ചു കയറുകയാണ്. തൽഫലമായി ആ വാളും വാള് പിടിച്ചിരുന്ന ആ പ്രായമുള്ള മനുഷ്യനും പുറകോട്ട് തെറിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് ഉണ്ടായത്. ശരിക്കും ഈ സമയത്ത് നീലും ഒന്ന് ഞെട്ടി. നീലിന്റെ കയ്യിലിരിക്കുന്ന ആ മുറി വാളിന് വല്ലാത്തൊരു പവർ. നീല് ആ വാളിനെ ഹാൻസികയുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കിയ സമയത്ത് ഒരു പേരിട്ടിട്ടുണ്ട്. ഡ്രാഗൺ സോഡ് എന്നാണ് നീല് ആ വാളിന് കൊടുത്തിരിക്കുന്ന പേര്. ചുമ്മാ ഒരു പേര്, പക്ഷെ ഇപ്പോ അക്ഷരാർത്ഥത്തിൽ ഒരു ഡ്രാഗണെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ വല്ലാത്തൊരു പവർ ആ വാള് കാണിക്കുകയാണ്. ആ വാള് നീൽ വീശിയപ്പോ ആ വാളിൽ നിന്ന് നീലിന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു പവർ പുറത്തേക്ക് വരികയും ആ പവറാണ് യഥാർത്ഥത്തിൽ കിയാന്റെ പിതാവിനെയും വാളിനെയും ഒരുമിച്ച് തെറിപ്പിച്ചത്. ദൂരേക്ക് തെറിച്ചു വീണ കിയാന്റെ പിതാവ് കയ്യിൽ നിന്ന് വാള് തറയെ കുത്തി എണീറ്റു. അയാള് അമ്പരപ്പോടെ ആ ചെറുപ്പക്കാരന്റെ കയ്യിരിക്കുന്ന ആ മുറിഞ്ഞുപോയ വാളിനെ നോക്കി. അയാൾക്കിപ്പോ കഥ മനസ്സിലായി. ആ ചെറുപ്പക്കാരന്റെ കയ്യിലിരിക്കുന്ന വാള് ഒരു സ്പിരിച്വൽ സോഡാണ്. എനർജി സമാഹരിക്കപ്പെട്ടിരിക്കുന്ന സോഡാണ് അത്. സാധാരണ വാളുകളിൽ എനർജി ഉണ്ടാവില്ല. ഇത് എനർജി സമാഹരിക്കപ്പെട്ടിരിക്കുന്ന വാളാണ്. യുദ്ധം ചെയ്യുമ്പോൾ ആ വാളിനകത്തുള്ള എനർജി പോലും എതിരാളിക്കെതിരായി ഉപയോഗിക്കപ്പെടും. അത് മനസ്സിലാക്കിയ കിയാന്റെ പിതാവിന്റെ മുഖത്ത് ഒരു ആശ്ചര്യവും അതേസമയത്ത് ഒരു ആർത്തിയും കടന്നു വരികയാണ്. അയാൾ കിയാനോട് പറഞ്ഞു, കിയാൻ സമയം കളയണ്ട, നമുക്ക് ഒരുമിച്ച് അവനെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെ കിയാനോട് പറഞ്ഞതും കിയാന്റെ സഹായി കിയാനൊരു വാൾ എറിഞ്ഞു കൊടുത്തു. കിയാന്റെ സഹായി കിയാന് വാൾ എറിഞ്ഞു കൊടുക്കുന്ന അതേ സമയത്ത് മറ്റു 2 ആളുകൾ കൂടി വാളുകളുമായി നീലിനെ വളഞ്ഞു. പെട്ടെന്ന് ഏകദേശം ഒരു 6 ആളുകൾ നീലിനെ വളഞ്ഞു എന്ന് പറയാം. ഈ കാഴ്ച നിർദ്ദമീക്ഷയായി കണ്ടു നിൽക്കുകയാണ് സാക്ഷാൽ ഷിനി. അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യാണ്. അവൾ ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറി. നീലിനെ കണ്ട നിമിഷം മുതൽ അവള് നീലിനെ ശ്രദ്ധിക്കുന്നതാണ്. ഒരു ഭയം അവൾക്ക് നീലിനെ കണ്ട നിമിഷം മുതൽ ഉണ്ടായിട്ടുണ്ട്. അവളുടെ കുടുംബം ഒരു കാരണവശാലും നീലുമായി പിണങ്ങാൻ പാടില്ലായിരുന്നു എന്നൊരു ബോധ്യം തുടക്കം മുതലേ അവൾക്കുണ്ട്. പക്ഷെ ഇപ്പോ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവളുടെ കുടുംബവും നീലും തമ്മിലുള്ള ബന്ധം എത്തിച്ചേർന്നിരിക്കുകയാണ്. അവൾ അമ്പരപ്പോടെ ആ മുന്നിലെ ആ യുദ്ധക്കളത്തിലേക്ക് നോക്കുമ്പോൾ കിയാന്റെ പിതാവും അവരുടെ സഹായികളും ഒന്നിച്ച് മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. ഒരു വലിയ വൃത്തത്തിന്റെ പല ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് മുന്നോട്ട് കയറി ആ വൃത്തം ചെറുതാക്കി വരുന്ന ഒരു കാഴ്ചയാണ് നീല് കാണുന്നത്. ആ എൻ്റെ ടീമും മുന്നോട്ട് കുതിച്ചു വന്നതും നീല് തറയിന്ന് ഒന്ന് മുകളിലോട്ട് കുതിച്ച് കയ്യിലിരിക്കുന്ന ആ മുറിഞ്ഞ വാള് കൊണ്ട് താഴേക്ക് ആഞ്ഞൊരൊറ്റ വെട്ട്. നീലിന്റെ ജമ്പിങ് കപ്പാസിറ്റി ആ സമയത്ത് നീലിനെ ആക്രമിച്ച മുഴുവൻ ആളുകളെയും ഞെട്ടിച്ച അതേ നിമിഷത്തിലാണ് ആകാശം താഴേക്കുള്ള നീലിന്റെ ആ മുറിഞ്ഞ വാളുകൊണ്ടുള്ള വെട്ട് പതിക്കുന്നത്. ശരിക്കും കണ്ടഞ്ചിക്കുന്ന വേഗതയിൽ ഒരു പ്രകാശമാണ് യഥാർത്ഥത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് വന്നത്. ആ പ്രകാശം താഴേക്ക് പതിച്ച ആ നിമിഷത്തിൽ താഴെയുള്ള സകല വാളുകളും അങ്ങ് ചിതറി. അതിനിടയിൽ കൂടി നീല് താഴേക്ക് ജമ്പ് ചെയ്യും. തന്റെ കയ്യിലിരുന്ന മുറിഞ്ഞ വാള് ഇടതുവശത്തേക്കൊന്ന് വീശിയപ്പോൾ ഇടതുവശത്തുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരന്റെ കഴുത്ത് അറ്റങ്ങ് പോകുന്ന ആ കാഴ്ച ഷിനി വ്യക്തമായി കണ്ടു. ശരിക്കും നീല് മുകളിലോട്ട് ചാടി താഴേക്ക് വീണ ആ നിമിഷത്തിൽ ഇടതുവശത്ത് നിന്ന് ആളിന്റെ തല പോയിരിക്കുകയാണ്. കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും കയ്യിലുണ്ടായിരുന്ന വാളും തെറിച്ചു. ആ വാളുകൾ പെട്ടെന്ന് തെറിച്ചപ്പോ മുഴുവൻ ആളുകളും ഏതാണ്ട് സ്റ്റക്കായതാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവര് ആ കാഴ്ച കാണുകയാണ്. കിയാന്റെ അച്ഛനും ഒഴികെയുള്ള മുഴുവൻ ആളുകളും താഴെ വീണ് കഴിഞ്ഞു. ആ വീണ ആർക്കും തന്നെ തലയില്ല എന്നതാണ് പ്രത്യേകത. അവിടെ തല ആ ബോഡിയിൽ നിന്ന് അറ്റുപോയിരിക്കുകയാണ്. ഇപ്പോ നീലിന്റെ കയ്യിലിരിക്കുന്ന ആ മുറി വാളിലേക്ക് കിയാന്റെ ആ പിതാവും നോക്കുമ്പോൾ കിയാന്റെ പിതാവ് ഒരു ശബ്ദത്തോടെ താഴേക്ക് വീണു. കൂടെ കിയാനും. രണ്ടുപേരും മുട്ട് തറയിൽ കുത്തി നീലിനെ നോക്കി തൊഴുകയാണ്. യങ് മാൻ, ഞാൻ കീഴടങ്ങുന്നു. എനിക്കറിയില്ലായിരുന്നു
നീ ആരാണെന്ന്. അങ്ങനെ കിയാന്റെ പിതാവ് പറയുമ്പോൾ കിയാൻ ഉറക്കെ നീലിനോട് പറഞ്ഞു, നീൽ പ്ലീസ് ഞങ്ങളെ വെറുതെ വിടണം. കിയാൻ ആ അഭ്യർത്ഥന നടത്തുമ്പോൾ നീല് കിയാൻ ഒന്ന് നോക്കിയിട്ട് കിയാന്റെ പിതാവിന് നേരെ തിരിഞ്ഞു. കിയാന്റെ പിതാവ് നീലിന്റെ ആ നോട്ടം കണ്ടതും നീലിനോട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരാ പ്ലീസ് എന്റെ കുടുംബത്തെ ഒന്ന് ചെയ്യരുത്. അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും നീലിന്റെ ആ സോഡ് ഒന്ന് ചലിച്ചു. അടുത്ത നിമിഷത്തിൽ ആ വൃദ്ധനായ മനുഷ്യന്റെ തലയിട്ട് താഴെ വീണു. ഇപ്പോ അവശേഷിക്കുന്നത് കിയാനും ഷിനിയും പിന്നെ ഷിയാൻമിങ്ങും മാത്രമാണ്. കിയാൻ മുട്ടുകുത്തി നിൽക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അയാളുടെ സകല ഔന്നത്യവും നഷ്ടമായിരിക്കുകയാണ്. അയാള് വെറും ഒരു സാധാരണക്കാരനെ പോലെ തല തറയിൽ കുനിച്ച് അയാളുടെ ജീവന് വേണ്ടി നീലോട് പ്രാർത്ഥിക്കുമ്പോൾ നീല് അതൊന്നും മൈൻഡ് ചെയ്യാതെ അയാളെ കൊല്ലാനായി കൈ ഒന്ന് ഉയർത്തിയ ആ നിമിഷത്തിൽ ഷിനി ഓടി വന്ന് കിയാനും നീലിനും ഇടയിലായി മുട്ടുകുത്തി നിൽക്കുകയാണ്. പ്ലീസ് പ്ലീസ് മിസ്റ്റർ ഗ്രീ, എന്റെ പിതാവിനെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ നിമിഷം മുതൽ നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങൾക്കൊപ്പം എത്ര കാലം വേണമെങ്കിലും ഞാൻ കഴിയാം. അവളുടെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് അവള് നീലിനെ അറിയിച്ചപ്പോൾ നീല് ഒന്നും മിണ്ടാതെ അവന്റെ ഇടത് കൈ ഒന്ന് ചലിപ്പിച്ചു. ആ നിമിഷത്തിൽ അവിടെ വായു ഘനീഭവിക്കുകയാണ്. വായു കട്ടിയാകുന്നതും അതൊരു ബ്ലേഡായി മാറുന്നതൊക്കെ നിമിഷ നേരത്തിലാണ്. നീലിന്റെ കൈയുടെ ചലനത്തിനനുസരിച്ച് ആ ബ്ലേഡ് അതിവേഗം കിയാന്റെ കഴുത്തിലൂടെ അങ്ങ് കടന്നു. ഒരു ശബ്ദത്തോടെ ആ തല താഴേക്ക് പതിച്ചു. ശത്രുക്കളെ വെച്ചുകൊണ്ടിരിക്കുന്ന പതിവ് നീലിനില്ല. ഒരു പൊട്ടൻഷ്യൽ ശത്രുവാണ് ആ കുടുംബത്തിന്റെ കിയാൻ. അയാൾ നീലിനെ കൊല്ലാനായി എല്ലാ പ്ലാനും ഉണ്ടാക്കിയ കക്ഷിയാണ്. അതുമാത്രമല്ല, അയാൾ ടാർഗറ്റ് ചെയ്ത ആളുകളിൽ ഒരാൾ സാക്ഷൽ ഷിയാൻമിങ് ആണ്. നീല് തന്റെ വലം കൈയായി ബിൽഡ് ചെയ്തെടുക്കുന്ന സബോർഡിനേറ്റ് ആണ് ഷിയാൻമിങ്. ഷിയാൻമിങ്ങിനെ അവര് തൊടാൻ പാടില്ലായിരുന്നു. നീലിന്റെ ശ്രദ്ധ തുടർന്ന് ഷിനിയിലേക്ക് പതിഞ്ഞു. ഷിനിയും നീൽ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് തോന്നിയതും ഷിയാൻ ഉറക്കെ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, അരുത് അരുത്, ഷിനി പാവമാണ്, അവൾ എന്നെ രക്ഷിക്കാൻ അവളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാണ്. അങ്ങനെ ഷിയാൻമിങ് ഷിനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ നടത്തിയതും നീല് ഷിനിയുടെ അടുത്തുനിന്ന് ഷിയാൻമിങ്ങിന്റെ അടുത്തേക്ക് വന്നു. ഷിയാൻമിങ്ങിനെ ഇപ്പോഴും എണീക്കാൻ പറ്റുന്നില്ല. നീല് വലത് കൈ ഷിയാൻമിങ്ങിന്റെ നെറ്റിക്ക് നേരെ മുകളിൽ കൊണ്ടുവന്നു. അതിനുശേഷം ആ കൈ ശരിയാക്കി പിടിച്ചിട്ട് ആ കൈ ഇങ്ങനെ പുറകോട്ട് ചലിപ്പിക്കുകയാണ്. ആ കൈ ഇങ്ങനെ പുറകോട്ട് ചലിപ്പിക്കുമ്പോൾ ഷിനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെങ്കിലും അവിടെ കിടക്കുന്ന ഷിയാൻമിങ്ങിന് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. അയാളുടെ നെറ്റിയിൽ നിന്ന് ഒരു ഊർജം അയാളുടെ മുഖത്തൂടെ അരിച്ചിറങ്ങി തൊണ്ട വഴി ബോഡിയുടെ താഴേക്ക് ഇങ്ങനെ പാസ് ചെയ്യുകയാണ്. നീല് അന്തരീക്ഷത്തിൽ ആ കൈ ഇങ്ങനെ ചലിപ്പിക്കുന്ന അനുസരിച്ച് നീലിന്റെ കയ്യിൽ നിന്ന് അദൃശ്യമായ ഒരു കറണ്ട് ഷിയാൻമിങ്ങിന്റെ ശരീരത്തിലേക്ക് വന്ന് സ്പർശിക്കുന്നുണ്ട്. ആ കറണ്ടാണ് നീലിന്റെ കൈയുടെ ചലനത്തിനനുസരിച്ച് ഷിയാൻമിങ്ങിന്റെ ബോഡിയിലൂടെ അങ്ങനെ കടന്നു വരുന്നത്. ആ ബോഡിയിലൂടെ ആ കറണ്ട് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഷിയാൻമിങ്ങിന്റെ ബോഡിക്കുള്ളിൽ പല സ്ഥലത്തും അനുഭവപ്പെട്ടിരുന്ന വേദനയ്ക്ക് ശമനമുണ്ട്. ഒരു തവണ ഷിയാൻമിങ്ങിന്റെ ബോഡിയിലൂടെ ആ കറണ്ട് അങ്ങനെ പാസ് ചെയ്തതിന് ശേഷം നീല് ഷിനിക്ക് നേരെ തിരിഞ്ഞ് ഷിനിയോട് പറഞ്ഞു, ഒരു പേപ്പറും പേനയും എടുത്തോണ്ട് വാ. അത് കേട്ടതും ഷിനി ഓടിപ്പോയി പേപ്പറും പേനയും അവിടെ എത്തിച്ചു. നീല് അവിടെ ഇരുന്ന് ഒരു കുറിപ്പ് എഴുതി. ആ കുറിപ്പ് ഷിനിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നീല് ഷിനിയോട് പറഞ്ഞു, ഇതൊക്കെ ലോക്കലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ശൈലിയിൽ ഉണ്ടാക്കണം. അത് ഷിയാൻമിങ്ങിന് എല്ലാ ദിവസവും കൊടുക്കണം. ആ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു കുറിപ്പടി വളരെ വിശദമായിട്ട് തന്നെ നീൽ എഴുതിയിരിക്കുകയാണ്. അത് കണ്ടതും ഷിനി നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, നമുക്ക് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നല്ലേ നല്ലത്? അതിന് മറുപടിയായി നീല് ഷിനിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി, അതൊരു ആജ്ഞയാണ്. ഷിയാൻമിങ്ങിന് എന്താണ് വേണ്ടതെന്ന് നീലിന് കൃത്യമായിട്ട് അറിയാം. അതിനും അപ്പുറത്തേക്ക് മറ്റൊരാളുടെയും സജഷൻസ് വേണ്ട എന്നാണ് നീല് പറയാതെ പറയുന്നത്. ഇറങ്ങുന്നതിന് മുമ്പ് നീല് ഷിയാൻമിങ്ങിന് ഒരു ഗുളി കൂടെ കൊടുത്തു. ആ പില്ല് കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറെ കൂടി ആശ്വാസം ഷിയാൻമിങ്ങിന് ഉണ്ടാവുകയാണ്. ഷിയാന്റെ ആ കാഫ് മസിൽസും കാൽമുട്ടുകളും തുടയും വയറും നെഞ്ചും ഒക്കെ ചവിട്ടി ഏതാണ്ട് പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. കവിളിലെ എല്ല് പോലും പൊട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ ഭേദമായി വരാൻ അല്പം സമയമെടുക്കും. അതിന് ഷിനിയാണ് പറ്റിയ ആള്. വാതിൽക്കലേക്ക് നടന്ന നീല് തിരിഞ്ഞ് ഷിനിയോട് പറഞ്ഞു, ഇവിടെയുള്ള ബാക്കി കാര്യങ്ങൾക്ക് ഞാൻ ആളെ വിടണോ? മിസ്റ്റർ ഗ്രീ, വേണ്ട, ഞാൻ കൈകരിച്ചോളാം. കുടുംബത്തിന്റെ അടുത്ത അനന്തരാവകാശിയായി മാറിയിരിക്കുന്ന ഷിനിക്ക് ബാക്കി ഇനി എന്താണ് വേണ്ടതെന്ന് അറിയാം. അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് പുറത്ത് അധികം ആരും അറിയുന്നതിന് മുമ്പ് ബോഡികൾ മറവ് ചെയ്യണം. ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അത് രഹസ്യമായി കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രാഗൽഭ്യം ഷിനി കാണിക്കണം. അതാണ് നീല് പറയാതെ പറയുന്നത്. നീല് വീട്ടിലേക്ക് മടങ്ങിയെത്തി അധികം സമയം കഴിയുമ്പോൾ
നീലിന് ഈ യങ്ങിന്റെ കോള് വന്നു. നീൽ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറത്ത് ഒരു കാറ് കിടക്കുകയാണ്. നീല് കാറിനകത്ത് കയറുമ്പോൾ കാറിനകത്ത് സാക്ഷാൽ ലീ ശിവാനുണ്ട്. ലീ ശിവാൻ നീലിനെ കണ്ടതും അയാളുടെ മടിയിരുന്ന ലാപ്ടോപ്പ് നീലിന്റെ മടിയിലേക്ക് നീക്കി വെച്ചു. അതിനകത്ത് ഒരു വിഷ്വൽ കാണാം. അത് ഒരാളുടെ ചിത്രമാണ്, ഒരു ആർട്ടിസ്റ്റ് വരച്ചിരിക്കുന്ന ചിത്രമാണ്. ആ ചിത്രത്തിലേക്ക് നോക്കുന്തോറും നീലിന് വല്ലാത്തൊരു സാമ്യം ആ ചിത്രത്തോട് തോന്നുകയാണ്. ആ ചിത്രം വരച്ചത് ഈ ഡ്രാഗൺ സോളിന്റെ മുൻ ജെങ് സിറ്റി ഓഫീസർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആളുടെ മരുമകളുടെയും മകന്റെയൊക്കെ മരണത്തിൽ കാരണക്കാരനാണല്ലോ ഈ ടാങ് ആവയുടെ മകൻ ടാങ് യുവാൻ. അവനെ കൊന്ന് അവന്റെ തലയെടുത്ത കക്ഷിയാണല്ലോ നീല്. നീല് ആ തല കൊണ്ട് കാണിച്ചപ്പോഴാണ് ഇയാള് ആ പടം വരച്ചു തുടങ്ങിയത്. ആ പടത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയിരിക്കുന്ന നീലിന് ആ പടത്തോട് വല്ലാത്തൊരു അടുപ്പം തോന്നി. ആ പടം ശരിക്കും നീലിന്റെ അമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. നീല് ആ പടത്തിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടതും ലീ ഷുവാൻ നീലിനോട് പറഞ്ഞു, നീൽ, ഇത് ജിയാൻ ഫെങ് ആണ്. ജിയാങ് എന്ന പേര് കേട്ടപ്പോ നീലിന് ഒരു വല്ലാത്ത അമ്പരപ്പ്. അവന്റെ അമ്മയുടെ പേരും തുടങ്ങുന്നത് ജിയാങ് എന്ന വാക്കുമായി കണക്ട് ചെയ്താണ്. അതായത് അവന്റെ അമ്മയുടെ കുടുംബ പേര് ജിയാങ് എന്ന പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമ്മ അവന്റെ കുടുംബത്തെക്കുറിച്ച് ഒരു കാര്യവും പറയാൻ താല്പര്യം കാണിക്കാത്ത കക്ഷിയാണ്. അക്കാര്യം നീലിന് അറിയാം. നീല് ആ ചിത്രത്തിലേക്ക് തന്നെ അങ്ങനെ നോക്കുമ്പോൾ ലീ ഷുവാൻ നീലിനോട് പറഞ്ഞു, നീൽ, ഈ ജിയാൻ ഫെങ് ആണ് അന്ന് നിന്റെ അച്ഛന്റെ അമ്മയുടെയും ബോഡി ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയത്. ഇയാളിപ്പോ എവിടെയുണ്ടോ? നീൽ, ഇയാള് ക്യാപിറ്റലിലാണ്. ഇയാളെ കുറിച്ച് വേറെന്തറിയാം? നീൽ, ഇയാളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇയാളുടെ മാർഷൽ ആർട്സ് റാങ്കിങ്ങിലെ നമ്പറാണ്. ഇയാള് ഹാക്സിയുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലിസ്റ്റിൽ 9ാം റാങ്കുകാരനാണ്. ലീ ഷുവാൻ പറഞ്ഞ ആ ഡയലോഗ് കേട്ടതും ശരിക്കും നീലൊന്ന് വിറച്ചുപോയി. നീലിന്റെ ഒരു കപ്പാസിറ്റിയെ കുറിച്ച് ഒരു ധാരണയുണ്ട്. ആ ധാരണ അനുസരിച്ച് നീല ആ റാങ്ക് ലിസ്റ്റിൽ 200നും 150നും ഇടയിൽപ്പെടും. ഇവിടെ തന്റെ എതിരാളിയുടെ റാങ്ക് 9ആണ്. തനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു റാങ്കിലാണ് ജിയാങ് ഫെങ് ഉള്ളത്. ആ ജിയാൻ ഫെങ് 9ാം റാങ്കുകാരനാണെങ്കിലും ഒരു കാര്യം കൂടി ഇപ്പോൾ നീലിന് അറിയാം. ആ ജിയാൻ ഫെങ് തന്റെ അമ്മയുടെ സഹോദരനാണ്. ലീ ഷുവാനിൽ നിന്ന് ആ കാര്യം അറിഞ്ഞപ്പോൾ നീൽ അതൊരു വല്ലാത്ത അതിശയമായി ഫീൽ ചെയ്യാണ്. അമ്മയ്ക്ക് ഇങ്ങനെ സഹോദരനുള്ള കാര്യം, പ്രത്യേകിച്ചും ഈ മാർഷൽ ആർട്സുമായി ബന്ധമുള്ള ഒരു സഹോദരനുള്ള കാര്യം ഒരിക്കൽ പോലും അമ്മ പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഈ മാർഷൽ ആർട്സുമായി ഒരു ബന്ധവും ഉള്ളതായി ഒരു സൂചനയും അമ്മ നൽകിയിട്ടുമില്ല. പക്ഷെ അമ്മ പലപ്പോഴും അവിടെ ആ റിവർ സിറ്റിയിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നത് നീല് കണ്ടിട്ടുണ്ട്. റിവർ സിറ്റിയുടെ വടക്ക് ഭാഗത്താണല്ലോ രാജ്യത്തിന്റെ തലസ്ഥാനം. രാജ്യ തലസ്ഥാനത്താണ് ഈ ജിയാങ് കുടുംബമുള്ളത്. ആ ജിയാങ് കുടുംബത്തിലെ ഒരാള് ഇതാ ഹാക്സിയുടെ ഗ്രാൻഡ് മാസ്റ്റർ ലിസ്റ്റിൽ 9ാം റാങ്കിലാണ്. അയാൾ 9ാം റാങ്ക് ആണെങ്കിലും തനിക്ക് ഭയക്കേണ്ട കാര്യമില്ല. സംസാര ഗ്രേവ് ആഡിനകത്ത് അതിശക്തരായ 100 ആളുകൾ ഉള്ളതിൽ ഒരാള് മാത്രമേ ആ ഗ്രേവ് യാർഡ് വിട്ടു പോയിട്ടുള്ളൂ. ബാക്കി 99 പേരും അവിടെയുണ്ട്. അതിലെ രണ്ടാമൻ റെഡിയായി നിൽക്കുകയാണ്. നീല് ഒന്ന് കൈ ആ ശവക്കല്ലറിൽ വെച്ചാൽ മതി, ആ നിമിഷം ആ കല്ലറ തകർത്ത് ആ യോദ്ധാവ് പുറത്തു വരും. അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ ഈ 9ാം റാങ്കുകാരനല്ല 1ാം റാങ്കുകാരന് പോലും തനിക്കൊരു വിഷയമല്ല. അങ്ങനെ ഒരു ചിന്ത നീലിന്റെ മനസ്സിലേക്ക് കടന്നു വന്നതും നീലൊരു കോൺഫിഡൻസ് ആയി. നീല് ആ ചിത്രത്തിലേക്ക് നോക്കി പല കാൽക്കുലേഷൻസും നടത്തുന്നത് നീലിന്റെ മുഖത്ത് നോക്കുമ്പോൾ ലീ ഷുവാന് മനസ്സിലാവുന്നുണ്ട്. ലീ ഷുവാൻ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഒരു വിഷയം കൂടിയുണ്ട്. എന്ത് വിഷയം? ആ പേൾ നേഷൻ അല്ലേ, അവിടെ നിന്നാണ് നമുക്കൊരു പുതിയ ത്രെട്ട് വന്നിരിക്കുന്നത്. എന്ത് ത്രെട്ട്? നീൽ, അത് ഹാക്സിക്കെതിരെയുള്ള ത്രെട്ട് മാത്രമല്ല, നീലിനെതിരെയുള്ള ത്രെട്ട് കൂടിയാണ്. മിസ്റ്റർ ലീ ഷുവാൻ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നീൽ ഓർമ്മയുണ്ടാവൂലേ, അവിടെയുള്ള ആളുകൾ നിങ്ങളുടെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഒരു സീക്രട്ട് ഫോർമുല അടിച്ചു മാറ്റാൻ ശ്രമിച്ചത്? അത് അവിടെയുള്ള ഒരു അസോസിയേഷൻ ആളുകളാണ്, മാർഷൽ എംപറർ സൊസൈറ്റി എന്ന് പറയും. ആ സൊസൈറ്റിയിൽ 10,000-ലധികം അതിശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളുണ്ട്. നല്ല യോദ്ധാക്കളാണ് അവരെല്ലാവരും. അവര് നീലിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് ഞങ്ങൾക്ക് ഇപ്പൊ ലഭിച്ചിരിക്കുന്ന വിവരം. ഹാക്സിയുടെ ഡ്രാഗൺ സോള് സ്വാഭാവികമായിട്ട് ധാരാളം രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന ടീമാണ്. അങ്ങനെയാണ് അവർക്ക് നീലിനെതിരെയുള്ള ആ മൂവ്മെന്റിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയത്. എന്നാലും നീല് അവരുടെ യാത്ര പറഞ്ഞ് വീടിനകത്തേക്ക് കയറി. ഈ സമയത്ത് ടാങ്ങിന്റെ വസതിയിൽ ടാങ് ആവോ ആ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അയാളുടെ മകന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് മിസ്സായ തല ഇതുവരെ കിട്ടിയിട്ടില്ല. ആ തല അറുത്തോണ്ടുപോയ ആ ചെറുപ്പക്കാരന്റെ പുറകുവശം വ്യക്തമാകുന്ന ഒരു ഫോട്ടോ കിട്ടിയിട്ടും ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. അതുമാത്രമല്ല, ആ ചെറുപ്പക്കാരനെ തിരക്കി ഇറങ്ങുന്ന ആളുകൾ തികച്ചും അപ്രതീക്ഷിതമായി കൊല്ലപ്പെടുകയാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആണെന്ന് പറയാനും വയ്യ. എന്തായാലും തിരക്കി ഇറങ്ങുന്ന ആളുകൾ പലരും മിസ്സാവുന്നുണ്ട്. അവരെങ്ങനെ മിസ്സായെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. എന്തൊക്കെയോ ദുരൂഹമായ
കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഈ ചാങ് ആവോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അയാൾ ഈ ജിയാങ്നൻ പ്രൊവിൻസിലെ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്, അതിശക്തനാണ്, എല്ലാവിധത്തിലുള്ള കണക്ഷൻസ് ഉള്ള ആളാണ്. എന്നിട്ടും അയാൾക്ക് ഇതുവരെയായിട്ടും മകന്റെ കൊലപാതകയെ പിടിക്കാൻ പറ്റാത്തതിലുള്ള ദേഷ്യവും നിരാശയും സങ്കടവും ഒക്കെ അയാൾ പ്രതിഫലിക്കുന്നുണ്ട്. അയാൾ കൂടെ കാണുന്ന സ്ഥലത്തൊക്കെ ഇരിക്കുകയാണ്. അയാളുടെ കൈ പതിയുന്നിടം തകർന്ന് തരിപ്പണമാവുകയാണ്. ആ കാഴ്ച കാണുന്ന അയാളുടെ സബോർഡിനേറ്റ്സ് കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുകയാണ്. അവരുടെ ഇങ്ങനെ പുറത്ത് ദേഷ്യത്തിൽ ചാങ് ആവോ കൈവച്ചാൽ അവര് ആ നിമിഷം അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത അകലത്തിലാണ് അവരൊക്കെ നിൽക്കുന്നത്. ചാങ് ആവോ നിർത്താതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പ്രായമുള്ള ഒരാള് അവിടേക്ക് വന്നു. പ്രസന്റ്, അങ്ങിങ്ങനെ ടെൻഷൻ അടിച്ചു നിന്നാൽ കാര്യങ്ങൾ ശരിയാകില്ല. നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കണം. ആ പ്രായമുള്ള ആളോട് ഒരു ബഹുമാനം ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന കക്ഷിയാണ് ചാങ് ആവോ എന്ന് വ്യക്തമാകുന്ന ശൈലിയിൽ ചാങ് ആവോ അവിടെ നിന്നു. മാസ്റ്റർ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രസന്റ്, നിങ്ങളുടെ ബർത്ത്ഡേ വരികയാണ്, അത് നമുക്ക് ആഘോഷിക്കണം. മാസ്റ്റർ എന്തായി പറയുന്നത്? എന്റെ മകന്റെ ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കണം? ഏയ് ചാങ്, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്ക്. നിനക്ക് ജന്മനാൽ ഒരു വിഷയമുണ്ട്. നിന്റെ 60ാം ബർത്ത്ഡേ ആണ് കടന്നു വരുന്നത്. ആ 60ാം ബർത്ത്ഡേ കഴിഞ്ഞാലേ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ചാങ്, നീ ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ എല്ലാ സംഭവങ്ങളും കണക്റ്റഡ് ആണ്. അതെല്ലാം നിന്റെ ലൈഫുമായി കണക്റ്റഡുമാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ നിന്റെ 60th ബർത്ത്ഡേ കഴിയണം. ആ 60th ബർത്ത്ഡേ നമുക്ക് അടിപൊളിയായി ആഘോഷിക്കണം. നീ തകർന്നിട്ടില്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തണം. നമുക്ക് നഷ്ടമായത് നമ്മുടെ പ്രിയപ്പെട്ട യുവാനെയാണ്. ആ കാര്യം ഞാൻ മറക്കുന്നില്ല, നമ്മൾ മറക്കാനും പാടില്ല. പക്ഷേ നമ്മൾ തകർന്നുവെന്ന് നമ്മുടെ എതിരാളികൾ ധരിക്കാനും പാടില്ല. ചാങ് യുവാന്റെ മരണത്തിൽ അവിടെ എല്ലാവർക്കും വിഷമമുണ്ട്. ചാങ് യുവാൻ അവരുടെ കൺമുന്നിലൂടെ കളിച്ച് വളർന്നു വന്ന ഒരു കക്ഷിയാണ്. അവന്റെ കയ്യിലിരിപ്പ് കുരുത്തക്കേടാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് ചാങ് ആവോയുടെ മകനെന്ന നിലയിൽ യുവാൻ അവർക്കും പ്രിയപ്പെട്ടതാണ്. ചാങ് യുവാന്റെ മരണവുമായി ബന്ധിപ്പിച്ച് അങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല എന്നുള്ള കാര്യം മാസ്റ്റർ ചാങ് ആവോയെ ധരിപ്പിച്ചതും അങ്ങനെ ആ തീരുമാനമായി. ചാങ് ആവോയുടെ ബർത്ത്ഡേ ഗംഭീരമായി ആഘോഷിക്കാനുള്ള തീരുമാനം. ആ ആഘോഷ പരിപാടി ശരിക്കും ജിയാങ്നൻ പ്രൊവിൻസിലെ സകലരും ഞെട്ടുന്ന ശൈലിയിൽ നടക്കണമെന്നും ഒരു ധാരണ അവിടെ ചർച്ചയ്ക്കിടയിൽ ഉണ്ടായി വരികയാണ്. ഇപ്പോഴും അവര് ആ ചർച്ചയ്ക്കിടയിൽ കൂടെ ആ അജ്ഞാതനായ വ്യക്തി ആരാണ് എന്ന് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അജ്ഞാതനായ വ്യക്തിയുടെ ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല എന്നുള്ളത് സകലരെയും കുഴയ്ക്കുന്നുണ്ട്. പല മേഖലയിൽ നിന്നും ആ അജ്ഞാതനായ വ്യക്തിയെക്കുറിച്ച് ഇൻഫർമേഷൻ അവർ തേടി വരും. ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുടെ അടുത്തേക്ക് അവരെത്തുമ്പോൾ ആ ഇൻഫർമേഷൻ ഓഫർ ചെയ്ത ആളെ കാണത്തില്ല. അയാള് അപ്രത്യക്ഷനായിരിക്കും. ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളെയൊക്കെ അപ്രത്യക്ഷമാക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു സംവിധാനം ആ ജിയാങ്നൻ സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു അറിവ് പോലും ഒരു ഭയമുണ്ടാക്കുന്ന കാര്യമാണ്. ജിയാങ്നൻ സിറ്റിയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം ഈ മാർഷൽ ആർട്സ് അസോസിയേഷനാണ്. ആ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഭയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സാക്ഷാൽ ലിങ്ഡൺ റേയുടെ ആ ഡാർക്ക് ഹാളാണ്. ലിങ്ഡൺ റേയുടെ ആ ഹിഡൻ ഡ്രാഗൺ ബിൽഡിങ്ങിനകത്തുള്ള ആ ഓർഗനൈസേഷനെ ആളുകൾ വിളിക്കുന്ന പേര് ഡാർക്ക് ഹാൾ എന്നാണ്. ആ ഡാർക്ക് ഹാളിന്റെ അതിശക്തരായ യോദ്ധാക്കളെ ലിങ്ഡൺ റേ ആ സിറ്റി മുഴുവൻ വിന്യസിച്ചിരിക്കുകയാണ്. നീലിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവര് നീലിന് തൊട്ടു പുറകിലുണ്ട്. നീലിനെ ആരെങ്കിലും സംശയിക്കുന്നു എന്നുള്ളൊരു സൂചന കിട്ടിയാൽ അവരപ്പോഴേ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഡാർക്ക് ഹാളിന്റെ നയം. അവിടെ ഹാൾ മാസ്റ്റർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ശരിക്കും ഒരു പകലും ഒരു രാത്രിയും ഈ ശൈലിയിൽ ആ സംഭവ വികാസങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ രാത്രി ഏകദേശം ഒരു 8 മണിയായപ്പോൾ നീലിന് തന്റെ വസതിക്കുള്ളിൽ ആരോ കടന്നതായി തോന്നി. നീല് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ സാക്ഷാൽ ലു ഹാൻസികയുണ്ട്. ഹാൻസികയ്ക്ക് ആ വീടിനകത്തേക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിവേഗത്തില അവള് നീലിന്റെ ആ മുറിയിലേക്ക് വന്നത്. ഹാൻസികയാണ് നീലിന് ആ ഡ്രാഗൺ സോഡ് കൊടുത്തത്. യഥാർത്ഥത്തിൽ ഹാൻസിക വരുമ്പോൾ നീല് ആ ഡ്രാഗൺ സോഡ് എടുത്തു വെച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മുറിഞ്ഞുപോയ ഡ്രാഗൺ സോഡിനെ ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റിയാൽ അതൊരു അടിപൊളി ആയുധമാവും. നീലിന്റെ കയ്യിൽ പ്രത്യേകിച്ച് വേറെ ആയുധങ്ങളൊന്നുമില്ല. ഒരു നല്ല ആയുധം ഉറപ്പായും വേണം. അതിനെ ശരിയാക്കാനുള്ള അറിവ് നീലിന് ഇല്ല എന്നുള്ളതാണ് സത്യം. ലിയോ ആന്റൺ നീലിനെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ശേഖരത്തിനകത്ത് നീല് പരതിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ആയുധങ്ങൾ ഫോർജ് ചെയ്തെടുക്കാൻ കഴിയുന്ന, ഉണ്ടാക്കാൻ കഴിയുന്ന എന്തെങ്കിലും ടെക്നിക്ക് ആ ലിയോ ആന്റന്റെ ശേഖരത്തിൽ ഉണ്ടോന്ന് നീലങ്ങനെ ചികഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹാൻസിക അങ്ങോട്ട് വന്നത്. ഹാൻസിക നീലിന്റെ കയ്യിരിക്കുന്ന ആ ഡ്രാഗൺ സോഡ് കണ്ടു. അത് കണ്ടത് ഹാൻസിക നീലിനോട് ചോദിച്ചു, നീൽ എന്തു പറ്റി അത് തന്നെ കൈവച്ചുകൊണ്ടിരിക്കുന്നു? ഹാൻസിക
എനിക്ക് ഈ ഡ്രാഗൺ സോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡ്രാഗൺ സോഡോ? അതെ ഹാൻസിക, ഞാൻ ഈ സോഡിന് ഒരു പേരിട്ടു, ഡ്രാഗൺ സ്ലേയിങ് സോഡ്. ഡ്രാഗണുകളെ നിയന്ത്രിക്കാൻ കപ്പാസിറ്റിയുള്ള, അവരെ തകർക്കാൻ കപ്പാസിറ്റിയുള്ള വാള് എന്ന അർത്ഥത്തിലാണ് ആ പേരിട്ടിരിക്കുന്നത്. ഡ്രാഗൺ സ്ലെയർ സോഡ് എന്നുള്ള പദം കേട്ടതും ഹാൻസിക അറിയാൻ ചിരിച്ചു പോവുകയാണ്. ഹാൻസിക ചിരിച്ചുകൊണ്ട് നീലിനോട് പറഞ്ഞു, ഹേയ് നീൽ, എന്തായാലും ആ പേര് കൊള്ളാം, ആ വാള് നന്നാക്കാനുള്ളതിന്റെ ആഗ്രഹവും കൊള്ളാം. പക്ഷേ നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ആ വാള് നന്നാക്കൽ. ഈ വാള് എൻ്റെ കയ്യിലേക്ക് വളരെ യാദൃശ്യമായിട്ടാണ് വന്നത്. എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേ ഇതൊരു മുറിഞ്ഞ വാളാണ്. ഞാൻ ഈ സോഡുമായി ബന്ധപ്പെട്ട് കുറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. നീൽ, ഇവിടെ ഈ ജിയാങ് സിറ്റിയിൽ അതിശക്തരായ ഒരു കുടുംബമുണ്ട്. ജിയാങ് സിറ്റിയിൽ ഒരുപാട് ശക്തരായ കുടുംബങ്ങളുള്ള കാര്യം നീലിന് അറിയാം. ഒരു കുടുംബം റൂട്ട് കുടുംബമാണെന്ന് നീലിന് അറിയാം. അതുപോലെയുള്ള പല ഫാമിലീസും ഉണ്ട്. ആ തരത്തിലുള്ള ഏതോ ഫാമിലിയെ കുറിച്ചാണ് ഹാൻസിക പറയാൻ പോകുന്നത്. ആ കാര്യം നീലിന് അറിയാം. നീല് കൗതുകത്തോടെ ഹാൻസിക നോക്കിയതും ഹാൻസിക നീലിനോട് പറഞ്ഞു, നീൽ, ഇത് ഉണ്ടാക്കിയത് ഷൂ കുടുംബമാണ്. ഷൂ കുടുംബം എന്ന് കേട്ടപ്പോൾ നീലിനൊരു കൗതുകം. നീലിനൊരു ഷൂ കുടുംബത്തെ അറിയാം. ആ ഷൂ കുടുംബം അങ്ങ് റിവർ സിറ്റിയിലാണ്. റിവർ സിറ്റിയിൽ ആ ഹെവൻലി ബെനിവോളന്റ് ഹാൾ എന്ന ആ ഒരു മെർച്ചന്റ് ഹാള് നടത്തുന്ന ഷൂ റെന്റയും അദ്ദേഹത്തിന്റെ ചെറുമകൾ ഷൂ സിയാനും നീലിന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരാണ് നീലിന് ആദ്യമായി ആ മെഡിസിനൽ ഹെർബ്സ് ഒക്കെ നൽകുന്നത്. ഈ ഷൂ റെന്റയുടെ കുടുംബവും ഈ ജേനൻ സിറ്റിയിലെ ഷൂ കുടുംബം തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവൂ? അങ്ങനെ നീൽ ആലോചിക്കുമ്പോൾ ഹാൻസിക നീലിന്റെ മനസ്സ് വായിച്ചിട്ടെന്നവണ്ണം നീലിനോട് പറഞ്ഞു, നീൽ, ഈ ഷൂ കുടുംബത്തിന് പല സ്ഥലത്തും ബ്രാഞ്ചുകളുണ്ട്. ഷൂ കുടുംബവുമായി ബന്ധമുള്ള ഒരു അംഗമാണ് റിവർ സിറ്റിയിൽ നീലിന് പരിചയമുള്ള ആ ഷൂ റെന്റയും അദ്ദേഹത്തിന്റെ കുടുംബവും. നീലിന്റെ പശ്ചാത്തലമൊക്കെ ഹാൻസികയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാം. അവള് ഷൂബി പാലസിന്റെ അസാസിനാണ്. സ്വാഭാവികമായിട്ടും വിവരശേഖരണം അവർക്കൊരു പുത്തിരിയല്ല. ഹാൻസികയിൽ നിന്ന് ഒന്നും ഒളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോ നീലിനും അറിയാം. അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യം പറഞ്ഞപ്പോൾ നീലിന് പ്രത്യേകിച്ച് അതിശയൊന്നും തോന്നിയില്ല. നീല് ഹാൻസിയോട് ചോദിച്ചു, അല്ല, ഈ ഷൂ കുടുംബം വിചാരിച്ചാൽ ഈ വാള് നന്നാക്കി എടുക്കാൻ പറ്റൂ? നീൽ, ഈ സോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. ഞാൻ ഈ വാള് നന്നാക്കാനായിട്ട് ആ മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് പല സ്ഥലത്തും അന്വേഷിച്ചപ്പോഴാണ് ഷൂ കുടുംബത്തിലാണ് ആ മെറ്റീരിയൽ ഉള്ളതെന്ന് മനസ്സിലായത്. അവര് വിചാരിച്ചാൽ അവരിൽ നിന്ന് ആ മെറ്റീരിയൽ വാങ്ങാൻ പറ്റിയാൽ നമുക്ക് ഈ സോഡൊക്കെ നിർമ്മിക്കുന്ന ആളുകളുടെ കൈ കൊണ്ടുകൊടുത്ത് അതങ്ങ് ശരിയാക്കി എടുക്കാം. ഒരു സ്പിരിച്വൽ സോഡാണ് ആ ബ്രോക്കൺ സോഡ്. അതിനകത്ത് പവറുണ്ട്. ആ പവർ ആ സോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ വൻതോതിൽ വർദ്ധിക്കും. അത്തരത്തിലൊരു സോഡ് തന്റെ കൈവശം ഉണ്ടെങ്കിൽ തനിക്ക് ഏത് എതിരാളിയും നേരിടാൻ പറ്റും. അതാണ് നീലിന്റെ കാൽക്കുലേഷൻ. നീലും ഹാൻസിയും കൂടി ആ വാള് നന്നാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിന് പുറത്ത് ആളെത്തിയതുപോലെ ഒരു സൂചന നീലിനും ഹാൻസിക്കും കിട്ടിയത്. ആ സൂചന കിട്ടിയ ആ നിമിഷത്തിൽ ഹാൻസിക നീലിനോട് പറഞ്ഞു, നീൽ, നമുക്ക് പിന്നെ കാണാം. അങ്ങനെ പറഞ്ഞ ആ നിമിഷത്തിൽ ഹാൻസിക അങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. അതിവേഗത്തിലാണ് ആ മുറിയിൽ നിന്ന് ഹാൻസിക ജനാല് വഴി ചാടി പുറത്തേക്ക് പോയത്. അവള് പുറത്തേക്ക് ഇറങ്ങി ഏതൊരു സെക്കൻഡ് കഴിഞ്ഞതും ആ മുറിയുടെ വാതിൽ തുറന്ന് അതിസുന്ദരികളായ രണ്ട് സ്ത്രീകൾ അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നത് സോനയും സിയുമാണ്. അകത്തേക്ക് കിടന്ന സിയും സോനയും അവിടെ ഒന്ന് നിന്നു. അവിടെ നിന്ന് അവർ രണ്ടുപേരും മൂക്ക് വിടർത്തി ഒരു മണം പിടിക്കുകയാണ്. പെട്ടെന്ന് ആ മണം പിടിച്ച സോനയും സിയും ഒരുമിച്ച് നീലിനടുത്തേക്ക് ഓടിയെത്തി. നീൽ, സത്യം പറ, ഇവിടെ നീ ആരെയാ കൊണ്ടുവന്നത്? ഞാൻ ആരെയും കൊണ്ടുവന്നില്ലേ, എന്തു പറ്റി? ഏയ് നീൽ, ഇവിടെ ഏതോ പെണ്ണ് വന്നിരുന്നു. ഹാ, നിങ്ങൾ രണ്ട് സുന്ദരികൾ എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ വേറെ ആരെങ്കിലും തേടിപ്പോവൂ? നീലിന്റെ ആ ചോദ്യം ആ രണ്ട് സ്ത്രീകൾക്ക് അങ്ങ് ഇഷ്ടമായി. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞങ്ങളുള്ളപ്പോ നീല് വേറെ ആരുടെയും അടുത്ത് പോയില്ലെന്ന്. എന്തായാലും സിയുടെയും അതുപോലെ സോനയുടെ സംശയം മുന്നോട്ട് കൊണ്ടുപോകാൻ നീല് അനുവദിച്ചില്ല എന്നാണ് സത്യം. സിയും സോനയും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടില്ല. അവര് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നീല് ടെറസിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഷിൻഡയുടെ നമ്പറിൽ ഡയൽ ചെയ്തു. ഫോൺ കണക്ട് ചെയ്തും ഷിൻഡയ്ക്ക് ഒരുപാട് സന്തോഷം. നീല് ഷിൻഡയോട് പറഞ്ഞു, ഓൾഡ് ഷൂ, നിങ്ങളിപ്പോ എവിടെയുണ്ടോ? മിസ് ഗ്രീ, ഞങ്ങളിപ്പോ ഈ ജിയാങ് സിറ്റിയിലാണ് ഉള്ളത്. ജിയാങ് സിറ്റിയിലോ? അതെന്തിനാ ജിയാങ് സിറ്റിയിൽ നിങ്ങൾ വന്ന? മിസ് ഗ്രീ, ഞങ്ങളുടെ ഫാമിലിയുടെ റൂട്ട് ജിയാങ് സിറ്റിയിലാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഷൂ കുടുംബത്തിലെ ആളുകളൊക്കെ വർഷത്തിൽ ഒരു തവണ ജിയാങ് സിറ്റിയിലെ ഞങ്ങളുടെ മാതൃകുടുംബത്തിലേക്ക് മടങ്ങി വരും. ഞാനും എന്റെ ചെറുമകൾ സിയാനും അങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മിസ് ഗ്രീ, എന്താ വിളിച്ചത്? ഏയ് ഓൾഡ് ഷൂ, എനിക്ക് നിങ്ങളുടെ ഷൂ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഓൾഡ് ഷൂവിനെ വിളിച്ചത്.
ഞാനിവിടെ ഈ ജയൻ സിറ്റി തന്നെ ഉണ്ട്. നമുക്ക് നാളെ രാവിലെ ഒരു 10 മണിക്ക് കണ്ടാലോ? ഉറപ്പായും തീർച്ചയായും കാണാം. അങ്ങനെ ഷിൻഡെ പറഞ്ഞതും ആ ഫോണ് അങ്ങ് കട്ടായി. നീല് ഒരിക്കലും വിചാരിച്ചെന്നില്ല ഷിൻഡെയും സിയാനും ഇവിടെ ഈ സിറ്റി തന്നെ ഉണ്ടാവും. പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോ നീല് ആ ഷൂ കുടുംബത്തിന്റെ സമീപം എത്തുമ്പോൾ നീലിനെ കാത്തു നിൽക്കുകയാണ് സാക്ഷാൽ ഷൂ ഹെന്റെയും ഷൂ സിയാനും. അവര് നീലിനെ കേട്ടതും നീലിന്റെ അടുത്തേക്ക് വന്നു. രണ്ടുപേർക്കും നീലിനെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. ശരിക്കും അവർക്ക് രണ്ടാമതൊരു ജീവിതം നൽകിയത് യഥാർത്ഥത്തിൽ നീലാണ്. അന്ന് ആ ബ്രൗൺ കുടുംബത്തിലെ ഗാരി ബ്രൗൺ അല്ലെങ്കിൽ അവരെ കൊന്നനെ, അക്കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോ ഗാരി ബ്രൗണിന്റെ ആ ബ്രൗൺ കുടുംബം പോലും ഷിൻഡെ കുടുംബത്തോട് വലിയ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിവർ സിറ്റിയിൽ ഷിൻഡെയുടെ ആ ഷൂ കുടുംബത്തിന് ഒരു മേൽക്കോയ്മയൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെക്കാളും ആളുകൾ ബഹുമാനത്തോടു കൂടിയാണ് അവർ ഇടപെടുന്നത്. അതൊക്കെ സംഭവിച്ചത് നീൽഗിരിയുമായി അവർക്കുള്ള ബന്ധം കൊണ്ടാണെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ രണ്ടുപേരുടെയും മുഖത്ത് അതിൻ്റെതായ ഒരു ഭാവവുമുണ്ട്. ശരിക്കൊരു ബഹുമാനം രണ്ടുപേരുടെ മുഖത്തും കാണാം. നീല് അവരോട് പറഞ്ഞു, എനിക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഒരു കാര്യം ചെയ്തു കിട്ടാനുണ്ട്. മിസ്റ്റർ ഗിരി, എന്താണ് ചെയ്യേണ്ടത്? മെഡിസിനൽ ഹെർബ്സ് വല്ലതും ആണെങ്കിൽ ഉറപ്പായും നമുക്ക് വാങ്ങാം. ഏയ്, അതല്ല, മെഡിസിനൽ ഹെർബ്സ് അല്ല, എൻ്റെ കയ്യിൽ ഒരു വാളുണ്ട്. ആ വാളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് എനിക്ക് ചെയ്യേണ്ടത്. മിസ്റ്റർ ഗ്രീ, ഞാനത് പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ ഈ ഷൂ കുടുംബത്തിന്റെ പ്രാഗൽഭ്യം യഥാർത്ഥത്തിൽ ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിലാണ്. നമ്മുടെ ഈ ജിയാങ് പ്രൊവിൻസിൽ മാത്രമല്ല, ഹക്സിയിൽ പല മേഖലയിലും ഞങ്ങളുടെ കുടുംബം ഉണ്ടാക്കിയ ആയുധങ്ങൾ ഇഷ്ടംപോലെ വിറ്റിട്ടുണ്ട്. പ്രഗത്ഭരായ മാർഷൽ ആർട്ടിസ്റ്റുകൾ ആയുധങ്ങൾ ഉണ്ടാക്കാനായി ഞങ്ങളുടെ ഷൂ കുടുംബത്തെയാണ് സമീപിക്കുക. ഞങ്ങളുടെ ആയുധം ഉണ്ടാക്കുന്ന ആ പാരമ്പര്യത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു പഴക്കമുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഞങ്ങൾ ആ മേഖലയിൽ സജീവമാണ്. ഒരുപാട് പഴക്കമുണ്ട് ഈ ഷൂ കുടുംബത്തിനെന്ന് അപ്പോഴാണ് നീലിന് മനസ്സിലാവുന്നത്. നീൽ, ഞങ്ങളുടെ സൈഡ് ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ ഈ മരുന്ന് വിൽപ്പന എന്ന് പറയുന്നത്. നീൽ ഇതുവരെ കരുതിയിരുന്നത് ഷൂ കുടുംബത്തിന്റെ പ്രധാന ഫോക്കസ് ഈ മെഡിസിനൽ ഹെർബ്സിന്റെ കൃഷിയും ശേഖരണവും വിതരണവും ഒക്കെ ആണെന്നാണ്. അത് അവരുടെ സൈഡ് ബിസിനസ് മാത്രമാണ്. അവരുടെ യഥാർത്ഥ ബിസിനസ് ആയുധങ്ങൾ ഉണ്ടാക്കലും വിൽപ്പനയുമാണ്. നീൽ അതൊരു പുതിയ അറിവാണ്. നീൽ തന്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോ ഷൂ റെന്റെ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗിരി, ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ ഫാമിലി ഹെഡ് തന്നെ വേണം. പക്ഷെ ഫാമിലി ഹെഡ് ആള് ലേശം കുഴപ്പക്കാരനാണ്, ഒരു ദേഷ്യക്കാരനാണ്, ഒരു പ്രത്യേക സ്റ്റൈലുകാരനുമാണ്. ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഈ ഷൂ കുടുംബത്തിന്റെ ഒരു വേരിന്റെ അറ്റത്തുള്ളവരാണ്. ഞങ്ങൾക്ക് വലിയ റോളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ എല്ലാ ഫാമിലികളും വരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഫാമിലി ഹെഡിനോട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടും. അത്തരം ഒരു അവസരത്തിൽ ഞാൻ മിസ്റ്റർ ഗ്രീഡ് ആവശ്യം ഉന്നയിക്കാം. ഷൂ റെന്റയുടെ കുടുംബത്തിന് ആ ഷൂ കുടുംബത്തിൽ വലിയ റോളൊന്നുമില്ല എന്നുള്ള കാര്യം നേരത്തെ ലിങ്ഡൺ ഗ്രിയോട് ചോദിച്ച് നീല് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അകത്തേക്ക് കയറാൻ ഒരു വഴിയായി ഈ റെന്റയുടെ കുടുംബ ബന്ധം ഉപയോഗപ്പെടുമെന്നുള്ള കാര്യവും ലിങ്ഡൺ നീലോട് പറഞ്ഞിരുന്നു. അതറിയാവുന്ന നീല് റെന്റയോട് പറഞ്ഞു, സാരമില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെയാണ് റെന്റെ സിയാനും നീലുമായി അവിടെ ആ വസതിയുടെ മുന്നിലെത്തിയത്. വസതിയുടെ മുന്നിൽ കാവൽക്കാരായി 2 പേരുണ്ട്. അവരെ തടുത്തു. ഞാൻ ഷൂ റെന്റെ, ഞങ്ങള് റിവർ സിറ്റിയിൽ നിന്നാണ് വരുന്നത്. ഫാമിലി ഹെഡിനെ കണ്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, അത് ഫാമിലി ഹെഡിനോട് പറയാനുള്ളതാണ്. നോക്ക്, നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അത് ഞങ്ങളോട് പറയാം. ഫാമിലി ഹെഡ് ശരിക്കും തിരക്കിലാണ്. അദ്ദേഹത്തോട് പറയേണ്ടതാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ അകത്തേക്ക് വിടാൻ പറ്റിയേക്കും. ആ കാവൽക്കാർ തീരുമാനിക്കുന്ന കാര്യമേ അവിടെ നടക്കുമെന്ന് വ്യക്തമാണ്. അത് മനസ്സിലായതും ഷൂ റെന്റെ ലേശ പുറകോട്ട് മാറി നിൽക്കുന്ന നീലിനെയും സിയാനെ നോക്കിയിട്ട് ആ ഗാർഡുകളോട് പറഞ്ഞു, ആ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് ഫാമിലി ഹെഡിനെ കാണേണ്ടത്. ഏയ് മിസ്റ്റർ റെന്റെ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇത് ഫാമിലി ഫംഗ്ഷനാണ്. ഈ സമയത്ത് ഫാമിലി ഹെഡ് പുറത്തുനിന്നുള്ള ആരെയും കാണത്തില്ല. അതെന്താ, നിങ്ങൾ മറന്നുപോയോ? അങ്ങനെ ആ ഗാർഡുകൾ തീർത്ത് പറഞ്ഞതും നിസ്സഹായനായി ഷൂ റെന്റെ നടന്ന് നീലിന്റെ അടുത്തെത്തി. നീലിന്റെ അടുത്ത് നിൽക്കുന്ന സിയാനും റെന്റെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. റെന്റെ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു എന്നുള്ള കാര്യം അവർക്ക് 2 പേർക്കും അറിയാം. റെന്റെ വിഷമത്തോടെ അവരുടെ അടുക്കിലേക്ക് വന്നതും നീല് റെന്റയോട് പറഞ്ഞു, ഓൾ ഷൂ, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു അറ്റംപ്റ്റ് നടന്നില്ല, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി ഉറപ്പായും കാണുമെന്ന് നീലിന് അറിയാം. അങ്ങനെ നീല് പറഞ്ഞതും ആ ബിൽഡിങ്ങിന്റെ വാതിൽ തുറന്ന് ഒരു ലേഡി പുറത്തേക്ക് വന്നു. ആ ലേഡിയെ കണ്ടതും നീലിന്റെ അടുത്തിരിക്കുന്ന സിയാൻ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗിരി, ആ ലേഡിയെ കണ്ടോ? അങ്ങനെ സിയാൻ ചോദിച്ചതും നീല് ആ വാതിൽക്കലേക്ക് നോക്കി. അതിസുന്ദരിയായ ഒരു ലേഡി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഒരു ഏകദേശം ഒരു 23-24 വയസ്സ് പ്രായം അവർക്ക് വരും.
ഏതാണ്ട് നീലിന്റെ പ്രായത്തോടൊപ്പം വരും. നീല് ആ ലേഡി നോക്കുമ്പോൾ സിയാൻ നീലിനോട് പറഞ്ഞു, മിസ് ഗ്രീ, ഈ ജിയാങ്വൽ പ്രൊവിൻസിൽ 3 റോസസ് എന്നറിയപ്പെടുന്ന 3 സുന്ദരിമാരുണ്ട്. അതിൽ ഒരു സുന്ദരിയെ മിസ് ഗ്രീക്ക് അറിയാം, സിയ റൂട്ട്. രണ്ടാമത്തെ സുന്ദരിയാണ് ആ നിൽക്കുന്നത്. സിയാൻ അത് പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ശരിക്കും അതിസുന്ദരിയായ ഒരു യുവതിയാണ് ആ വാതിൽക്കൽ നിൽക്കുന്നത്. സിയെ പോലെ തന്നെ സുന്ദരിയാണ് ആ പെൺകുട്ടി. അവരുടെ സംഭാഷണം കേട്ട് നിൽക്കുന്ന ഷൂ റെൻറ്റെ നീലിനോട് പറഞ്ഞു, നീൽ, അതാണ് ഷൂ യാനി. ഈ ഷൂ യാനിക്ക് ഈ ഫാമിലി ഹെഡുമായി ഒരു അടുപ്പമുണ്ട്. ഷൂ യാനി വിചാരിച്ചാൽ പല കാര്യവും നടക്കും. അങ്ങനെ ഷൂ റെൻറ്റെ പറയുമ്പോഴാണ് അവർ വേറൊരു കാഴ്ച കാണുന്നത്. ആ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവർക്ക് നേരെ നടന്നു വരികയാണ്. കാവൽ നിൽക്കുന്ന ആ കാവൽക്കാരും ആ കാഴ്ച കണ്ടു. ഷൂ യാനി ആ ഷൂ റെൻറ്റയുടെ ടീമിന് നേരെയാണ് നടക്കുന്നത്. അത് ആ കാവൽക്കാരെ വല്ലാതെ അതിശയിപ്പിച്ചപ്പോഴാണ് ആ ലേഡി ഷൂ റെൻറ്റെ കടന്ന് നീലിന്റെ അടുത്തെത്തി. നീലിന്റെ തൊട്ട് മുന്നിലേക്ക് വന്ന് അവള് നീലിനോട് ചോദിച്ചു, മിസ്റ്റർ നീൽഗ്രി അല്ലേ? ആ ചോദ്യം നീലിനൊപ്പമുള്ള ആ 2 പേരെയാണ് ഞെട്ടിച്ചത്. ആ കുടുംബത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കക്ഷിയിൽ ഒരാള് ഈ ഷൂ യാനിയാണെന്ന് ഷൂ റെൻറ്റെ കേട്ടിട്ടുണ്ട്. അതിസുന്ദരിയായ ആ പെൺകുട്ടി വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഇല്ല എന്നും അയാൾക്കറിയാം. അവളുമായി എങ്ങനെ കമ്പനി അടിക്കാം എന്നതിനെ കുറിച്ച് ശരിക്കും റെൻറ്റെ മനസ്സിൽ ഒരു കണക്കൂട്ടൽ നടത്തുമ്പോഴാണ് അവൾ ദാ ഇങ്ങോട്ട് വന്ന് നീലിനോട് ചോദിക്കുന്നത്, നീലല്ലേ എന്ന്. നീലും ശരിക്കും ആ പെൺകുട്ടി അന്നപ്പെട്ട് ഓക്കെയാണ്. നീൽ ആദ്യമായിട്ടാണ് ആ പെൺകുട്ടിയെ കാണുന്നത്. ഹേയ് മിസ്റ്റർ ഗ്രീ, ശരിക്കും നിങ്ങളെ കുറിച്ച് കേട്ട് കേട്ട് എന്റെ ചെവി ഏതാണ്ട് അടഞ്ഞു എന്ന് പറയാം. മിസ്റ്റർ ഗ്രീ, അതിശയിക്കുന്നു വേണ്ട. എന്നോട് നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്റെ കൂട്ടുകാരി ലിബിനയാണ്, ബായി ലിബിന. ബായിൽ ലിബിന എന്ന് കേട്ടതും നീലിന് കാര്യം മനസ്സിലായി. അവിടെ ആ റിവർ സിറ്റിയിലെ പോലീസ് ചീഫ് ലിബിനയെ നീലിന് നല്ല പരിചയമുണ്ട്. ആ ലിബിനയുടെ കൂട്ടുകാരി ആയിരിക്കും അപ്പോൾ ഈ പെൺകുട്ടി. അങ്ങനെ നീലിന് തോന്നിയതും ആ പെൺകുട്ടി നീലിനോട് പറഞ്ഞു, മിസ്റ്റർ നീൽഗ്രി, എന്റെ പേര് യാനി എന്നാണ്. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. എന്താ മിസ്റ്റർ ഗ്രീ, നമുക്ക് ഒന്നിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഒരു ചായ കുടിച്ചാലും? ആ ഷൂ കുടുംബത്തിലേക്ക് എങ്ങനെ കടന്നു പറ്റും എന്നതിനെ കുറിച്ച് ശരിക്കും ഗഹനമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന റെന്റയും സിയാനും ആ ചോദ്യം കേട്ട് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അവരുടെ മുഖത്തെ അമ്പരപ്പ് നമുക്ക് ഒറ്റ നോട്ടത്തിലേ കാണാൻ പറ്റും. നീലും ഏതാണ്ട് അമ്പരം നിൽക്കുകയാണ്. എന്തായാലും സിയാനെയും റെന്റയും ഒഴിവാക്കി ജിനി നീലുമായി ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ആ റെസ്റ്റോറൻറ്റിലെ ഒരു പ്രൈവറ്റ് റൂമിൽ അവർ 2 പേരും കയറി. ചായക്ക് ഓർഡർ ചെയ്ത് ചായ വരുത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിനി നീലിനോട് ചോദിച്ചു, മിസ്റ്റർ നീൽഗ്രി, എനിക്കറിയാം എന്റെ കുടുംബത്തേക്ക് നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തോ ആവശ്യമുണ്ടെന്ന്. ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത്? എന്റെ കൂട്ടുകാരി ലിബിന നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഷൂ ജിനി യാനി എന്ന യാനി സംസാരിച്ചതും നീല് അവരോട് പറഞ്ഞു, മിസ് യാനി, എനിക്ക് ഒരു കാര്യം ചെയ്ത് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. എന്റെ കയ്യിലുള്ള ഒരു പൊട്ടിപ്പോയ സോഡ് നന്നാക്കണം, അത് മാത്രമാണ് ആഗ്രഹം. ഹേയ് മിസ്റ്റർ നീൽഗ്രി, അതൊരു വലിയ വിഷയമൊന്നും അല്ല. ഞങ്ങള് ആയിരക്കണക്കിന് സോഡുകളും അതുപോലെ മറ്റായുധങ്ങളൊക്കെ അനേക വർഷങ്ങളായി ഉണ്ടാക്കി ഈ ലോകം മുഴുവൻ വിതരണം നടത്തിയിട്ടുണ്ട്. അതിൽ ഏത് വാളാണ് ഞങ്ങൾ നന്നാക്കേണ്ടത്? അങ്ങനെ യാനി എന്ന ആ യുവതി ചോദിച്ചതും നീല് അവനെ കോട്ടിനകത്തായി അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വാള് പുറത്തെടുത്തു. ആ വാള് കണ്ടതും യാനിയുടെ കയ്യിൽ നിന്ന് ചായ ആ നിമിഷം താഴേക്ക് വീണു. ശരിക്കും അവൾ ഞെട്ടിപ്പോവുകയാണ്. മിസ്റ്റർ ഗ്രീ, ഇത് ഡ്രാഗൺ സ്ലെയർ. ഹേയ്, ഇത് ഡ്രാഗൺ സ്ലെയർ അല്ല മിസ്റ്റർ ഗ്രീ, ഇത് സോൾ ഷാറ്ററിംഗ് സോഡാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ 200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കപ്പെട്ട സോഡാണ്. ശരിക്കും ഈ സോഡ് ഞങ്ങളിൽ നിന്ന് മിസ്സായിട്ട് കാലം ഒരുപാടായി. നിങ്ങൾ എവിടെയെല്ലാം ഈ സോഡിന് വേണ്ടി അന്വേഷിച്ചെന്നറിയാവോ? മിസ്റ്റർ ഗ്രീ, ഇത് ഞങ്ങൾക്ക് തരാവോ? നിങ്ങൾ ചോദിക്കുന്നത് എന്ത് ഞങ്ങൾ നൽകാം. ഞങ്ങൾ ഇന്ന് മുതൽ ഈ സോഡ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഈ നിമിഷം മുതൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. അവള് നിർത്താതെ ആ ഡയലോഗുകൾ പറഞ്ഞതും നീല ആ വാള് കയ്യിലേക്ക് എടുത്തു. ഹേയ്, അത് വേണ്ട, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. മിസ്റ്റർ ഗ്രീ, നിങ്ങൾ ചോദിക്കുന്ന പണം ഞങ്ങൾ നൽകാം. നോക്ക്, പണം എനിക്കൊരു വിഷയമല്ല. എനിക്ക് ഈ വാള് നന്നാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് നീല് അങ്ങ് എണീക്കുകയും ചെയ്തു. അത് കണ്ടതും യാനി നീലോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, എന്താണ് നിങ്ങളുടെ ആവശ്യം പറയൂ, അത് ഞങ്ങൾ ശരിയാക്കി തരാം. ആ വാള് അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. മിസ് യാനി, അത് മാത്രം നടക്കില്ല. ഞാനൊരു കാര്യം തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞിട്ട് നീല് പുറത്തേക്ക് നടന്നു തുടങ്ങുമ്പോൾ ആ പെൺകുട്ടി നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. നോക്കി യാന, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട്
വേണ്ടെങ്കിലോ? നീല ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആ നിമിഷത്തിൽ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായി. ഒരു വെടിയുണ്ട ആ റെസ്റ്റോറൻറ്റിലെ ആ പ്രൈവറ്റ് റൂമിന്റെ ജനാല തകർത്തിരിക്കുകയാണ്. ആ വെടിയുണ്ടയുടെ ലക്ഷ്യം ഉറപ്പായും ആ ഇരിക്കുന്ന ലേഡിയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ശരിക്കും ആ സ്ത്രീ അമ്പരം നിൽക്കുമ്പോഴേക്കും പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അവളുടെ മുൻവശത്തുണ്ടായിരുന്ന ടേബിള് പെട്ടെന്നാണ് ഒന്ന് മറിഞ്ഞ് അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ആ വെടിയുണ്ട ആ ടേബിളിന്റെ ഫോഴ്സിൽ തട്ടിത്തെറിക്കുകയായിരുന്നു. അത് ചുവരിലിടിച്ച് താഴേക്ക് വീഴുകയും ചെയ്തു. ശരിക്കും ശ്വാസം നിലച്ചതുപോലെ ആ ഷൂ കുടുംബത്തിന്റെ യാന ആ ജനാലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ അവള് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. മിസ് ഗ്രീ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവള് കൊല്ലപ്പെട്ടേനെ. അവളെ കൊല ചെയ്യാനായി വാടക കൊലയാളികളെ ആരോ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ അവൾക്ക് തോന്നുമ്പോൾ നീല് അവളോട് പറഞ്ഞു, ഏയ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും, ആരോ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നീല് അതിവേഗം വാതിൽ വഴി പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് നീല് പോകുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ യാന അവിടെ നിൽക്കുകയാണ്. അവൾ പെട്ടെന്ന് അവളെ ഫോണിലെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് ആ ഫോണിന്റെ മറുതലയ്ക്കുള്ള ആളോട് പറഞ്ഞു, എന്നെ ആരോ കൊല ചെയ്യാൻ ശ്രമിച്ചു. ഞാനിവിടെ ടൗൺ സ്ക്വയറിലെ റെസ്റ്റോറൻറ്റിലുണ്ട്, 10 മിനിറ്റ് അതിനകത്ത് എനിക്ക് ആളെ കിട്ടിയിരിക്കണം. അവള് അത്രയും പറഞ്ഞതിന് ശേഷം ഫോണ് ഓഫാക്കി അവിടെ ആ ടേബിളിന്റെ അടുത്തിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റ് ആകാറായതും 3-4 ആളുകൾ ഒരാളുമായി അവിടെ എത്തി. മാഡം, ഇതാണ് ആ കക്ഷി. അയാളെ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ പറഞ്ഞതും കസേരന്ന് എണീറ്റ് യാന അയാളോട് ചോദിച്ചു, എനിക്ക് ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം മതി, ആരാണ് നിനക്ക് ഈ കൊട്ടേഷൻ നൽകിയത്? അതിന് ഉത്തരമായി ആ മനുഷ്യ ഒന്ന് ചിരിച്ചു. നിങ്ങള് ആയുധ വ്യാപാരത്തിൽ ഞങ്ങൾ മറികടക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ആ ഉത്തരം കേട്ടതും യാനയ്ക്ക് കഥ മനസ്സിലായി. യാന അവളുടെ വലത് കൈ ഒന്ന് നീട്ടിയതും അവളുടെ വലത് ഭാഗത്ത് നിൽക്കായിരുന്ന ഒരാള് ഒരു ചെറിയ കഠാര അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഒരു നീളമുള്ള കഠാരയാണ്. ആ കഠാര അവളുടെ കയ്യിലേക്ക് വന്നതും അവള് ആ കഠാര കൊണ്ട് ഒരൊറ്റ വീശ്. ആ കഠാര കടന്നു പോയതും മുന്നിലിരിക്കുന്ന ആ ആളുടെ കഴുത്ത് അറ്റ് ആ തല താഴേക്ക് വീണു. അവള് ആ കഠാര ഒന്ന് വലത്തേക്ക് നീക്കിയപ്പോ ഒരാള് ആ കഠാര അങ്ങ് വാങ്ങിച്ചു. അതിനുശേഷം മറ്റൊരാള് ഒരു ടവല് യാനയുടെ കയ്യിലേക്ക് കൊടുത്തു. യാന ആ ടവലുകൊണ്ട് കൈ അങ്ങ് തുടച്ചു. അവളെ കൈ തുടയ്ക്കുന്ന കാണുന്ന ആർക്ക് മനസ്സിലാവും ഇത് ഒരു സാധാരണ സംഭവമാണ്. തൊട്ടു മുന്നിൽ ഒരാള് തലയും ഉടലും വേർപെട്ട് കിടക്കുകയാണ്. ആ ഒരു ബോഡി അവിടെ കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും അവരാരും ബോധേടല്ല എന്ന് അവരുടെ ആ മുഖഭാവവും പെരുമാറ്റവും തെളിയിക്കുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടാങ് ആവോയുടെ വസതിയിൽ ഒരു സംഭവം ഉണ്ടായി. ടാങ് ആവോയുടെ ബർത്ത്ഡേ എവിടെയാണ് നടത്തേണ്ടതെന്നും എങ്ങനെയാണ് നടത്തേണ്ടതെന്നും ഒക്കെയുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. അവന്റെ കയ്യിൽ ഒരു സമാനപ്പൊതിയുണ്ട്. ആ സമാനപ്പൊതി ടാങ് ആവോയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത ആ ചെറുപ്പക്കാരൻ ടാങ് ആവോയോട് പറഞ്ഞു, മാസ്റ്റർ, പുറത്ത് ഗേറ്റിനടുത്ത് വെച്ച് ഒരാൾ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത ഈ സമ്മാനം, ഇത് അങ്ങേക്കുള്ള അഡ്വാൻസ് സമ്മാനമാണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ പുറകോട്ട് മാറിയതും എല്ലാ ആളുകളും കൗതുകത്തോടെ ആ സമ്മാനപ്പൊതിയിലേക്ക് നോക്കുകയാണ്. ടാങ് ആവോ ആ സമ്മാനപ്പൊതി തുറക്കാൻ ആവശ്യപ്പെട്ടു. ആ സമ്മാനപ്പൊതി അങ്ങനെ തുറന്നു വന്നപ്പോഴാണ് സകലരും അറിയാതെ ചാടി എണീറ്റു പോകുന്നത്. അവർക്ക് ആ വർണ്ണ പേപ്പറിൽ പൊതിഞ്ഞിരിക്കുന്ന സമ്മാനം ഇപ്പൊ നന്നായി കാണാം. അതൊരു തലയാണ്, ഒരു മനുഷ്യന്റെ തല. ആ തല സാക്ഷാൽ ടാങ് യുവാന്റെ തലയാണ്. സ്വന്തം മകന്റെ തല ജന്മദിന സമാനമായി സ്വീകരിക്കേണ്ടി വന്ന ഒരു അച്ഛന്റെ ആ അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ടാങ് ആവോ നിശബ്ദനായി നിശ്ചലനായി ആ രംഗത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ ശരിക്കും ഞെട്ടിത്തെറിച്ച് ഏതാനും നിമിഷതരം അങ്ങനെ നിന്നുപോയി. അടുത്ത പക്ഷത്തിൽ അയാൾ ആ സമ്മാനം കൊണ്ടുവന്ന ആളെ കണ്ടുപിടിക്കാനായി അതിവേഗം പുറത്തേക്ക് കുതിച്ചു. അയാൾ പുറത്തേക്ക് കുതിക്കുന്ന കണ്ടതും ബാക്കിയുള്ള ആളുകളും പുറത്തേക്ക് കുതിക്കുകയാണ്. സമ്മാനം കൊണ്ടുവന്ന വ്യക്തി തന്നെയാകും യഥാർത്ഥത്തിൽ ആ കൊലപാതകം നടത്തിയ വ്യക്തി. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് ടാങ് ആവോ തന്നെ പുറത്തേക്ക് കുതിച്ചത്. പക്ഷെ അവിടെ മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ആ ആളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല. CCTV വിഷ്വലുകൾ ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ ആ വിഷ്വലുകൾ എല്ലാം ആരോ നേരത്തെ മാച്ചിരിക്കുകയാണ്. ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല ഈ വിഷ്വൽ മായ്ക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ആ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട് എന്ത് വിവരശേഖരണം നടത്താൻ ശ്രമിക്കുമ്പോഴും സംഭവിക്കുന്നത് ആ കാര്യമാണ്. വിഷ്വല് അങ്ങുമായി ആ ചെറുപ്പക്കാരന് ഉള്ള സ്ഥലത്തേക്ക് അന്വേഷിച്ചെത്തുന്ന ആളുകൾ ദുരൂഹമായി അപ്രത്യക്ഷമാവുകയും ചെയ്യും. അതിശക്തമായ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ടീം ആ ചെറുപ്പക്കാരന്റെ പിന്നിലുണ്ട്. അത് ഏത് ടീമാണ്? ആ കാര്യമാണ് ഇപ്പോ ടാങ് ആവോയെ അലട്ടുന്നത്. ടാങ് ആവോയും കൂട്ടരും മടങ്ങി അവിടെ ഹാളിലെത്തി അടുത്തത് എന്ത് എന്ന് ആലോചിക്കുമ്പോഴാണ് വേറൊരാള് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു യുവതി ടാങ് ആവോയെ കാണാൻ നിൽക്കുന്നുവെന്നും അവൾക്ക് ആ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള വിവരം അറിയാമെന്നുമാണ് കാവൽക്കാരൻ ടാങ് ആവോയോട് റിപ്പോർട്ട് ചെയ്തത്. അത് കേട്ടതും ആ ചെറുപ്പക്കാരിയെ അവിടേക്ക് വരുത്തി. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന
ആ ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടി ചാങ് ആവോയോട് ചോദിച്ചു, ഞാന് അവൻ ആരെന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തെ അവധിപ്പെടാതെ സംരക്ഷിക്കൂ. അത് കേട്ടതും ചാങ് ആവോ പറഞ്ഞു, നീ പറയുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ ഉറപ്പായും നിന്റെ കുടുംബം ഞങ്ങളുടെ സംരക്ഷണയിൽ ആയിരിക്കും. അത് കേട്ടതും സന്തോഷത്തോടെ ആ യുവതി ചാങ് ആവോയോട് പറഞ്ഞു, പ്രസിഡന്റ്, അത് നീൽ ഗിരിയാണ്. നീൽ ഗിരിയോ? അതെ പ്രസിഡന്റ്, ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ നീൽ ഗിരിയാണ് ആ ചിത്രത്തിലുള്ളത്. നീ പറയുന്ന വാസ്തവമാണോ? പ്രസിഡന്റ്, ഇത്തരം ഒരു കാര്യം ഞാൻ ഇവിടെ വന്ന് കളവായി അവതരിപ്പിക്കൂ. ദയവായി അങ്ങ് ഈ ചിത്രങ്ങൾ നോക്കൂ. അങ്ങനെ പറഞ്ഞിട്ട് അവള് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന കുറെ ഫോട്ടോസ് അവള് തന്നെ മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചു. ആ ഫോട്ടോകൾ സകലതും നീൽഗിരിയുടെ ഫോട്ടോകളാണ്. നീലിന്റെ പുറകുവശത്ത് എടുത്തിരിക്കുന്ന ധാരാളം ഫോട്ടോകളുമുണ്ട്, മുൻവശത്തുള്ള ഫോട്ടോകളുമുണ്ട്. രഹസ്യമായി നീലിനെ ഫോളോ ചെയ്ത് എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. ആ ഫോട്ടോകൾ ആ കാര്യം വ്യക്തമാക്കുകയാണ്. ചാങ് ആവോയുടെ മകനെ കൊന്നത് നീൽഗിരി തന്നെയാണ്. ഈ സംഭവവികാസം നീൽ അറിയുന്നത് ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴാണ്. നീലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ വിളിച്ചത് സാക്ഷൽ മാവിൻ ഓയാണ്. മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഒരു വൈസ് പ്രസിഡന്റ് ആണല്ലോ മാവിനോ. മാവിനോ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗിരി, ഒരു പ്രശ്നമുണ്ടായി. ചാങ് ആവോയുടെ മകനെ കൊന്നത് നിങ്ങളാണെന്ന് ചാങ് ആവോ തിരിച്ചറിഞ്ഞു. അത് കേട്ടപ്പോൾ നീലിന് ഒരു കൗതുകം. എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? മിസ്റ്റർ ഗിരി, ഒരു യുവതി ഇവിടെ വന്ന് നേരിട്ട് തെളിവ് നൽകിയായിരുന്നു. യുവതിയോ? അതെ, ചൂ ഷൂരൻ എന്ന് പറയുന്ന ഒരു യുവതിയാണ് വന്നത്. മിസ്റ്റർ ഗിരി, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറണം. അങ്ങനെ പറഞ്ഞ് മാവിനോ ഫോൺ കട്ട് ചെയ്തു. അയാൾ ഫോൺ കട്ട് ചെയ്തപ്പോൾ നീലിന്റെ മനസ്സിൽ ആ രൂപം തെളിഞ്ഞു വരികയാണ്. ചൂ ഷൂരൻ, അവളെ നീല് കൊല്ലാതെ വിട്ടതാണ്. ഒരു പെൺകുട്ടിയല്ലേ, ജീവിച്ചു പോകട്ടെ എന്ന് കരുതിയാണ് നീൽ അവളെ കൊല്ലാതെ വിട്ടത്. പക്ഷെ അവൾക്ക് ജീവിക്കാനുള്ള ഒരു അർഹതയുമില്ല. നീല് അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും സോന വീട്ടിലെത്തി. സിയ സ്ഥലത്തില്ല. സിയ അവളുടെ മുത്തശ്ശിയുടെ വീട്ടിൽ കൊണ്ടു വിടാനായി പോയിരിക്കുകയാണ്. കൂടെ അവളുടെ അമ്മയും ഉണ്ട്. ആ കാര്യം സിയ നീലിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. നീല് സോന വന്നപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ സോനയ്ക്ക് വലിയ സന്തോഷം. ഇനി 2 ദിവസം അവള് മാത്രമല്ലേ നീലിനൊപ്പം കാണും. അതാണ് അവളെ സന്തോഷിപ്പിച്ച കാര്യം. അവളുടെ മുഖത്ത് ആ സന്തോഷം അങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് നീലിന് ഒരു കോൾ വരുന്നത്. കോൾ വിളിച്ചത് ലിങ്ഡൺ ഗിരിയാണ്. ലിങ്ഡൺ നീലിനോട് പറഞ്ഞു, നീൽ, എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറണം. അവിടെ ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. ചാങ് ആവോ എക്സ്പെർട്ടുകളുടെ ഒരു ടീമിനെ തന്നെ അവിടേക്ക് അയച്ചിരിക്കുകയാണ്. പുറത്ത് വണ്ടി നിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞ് ലിങ്ഡൺ ഗിരി ഫോൺ കട്ട് ചെയ്തതും നീല് സോനയോട് പറഞ്ഞു, സോന, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. നീൽ, എന്തു പറ്റി? സോന, അടുത്ത 2 ദിവസം നീ ഇവിടെയല്ല തങ്ങുന്നത്. നീൽ ആ ഡയലോഗ് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥവ്യാപ്തി കൃത്യമായും സോനയ്ക്ക് അറിയാം. ഇതിനു മുമ്പ് 1-2 തവണ നീൽ ആ ശൈലിയിൽ സോനയോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവള് മറു ചോദ്യമൊന്നും ഉന്നയിച്ചില്ല. അടുത്ത ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും നീലും സോനയും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അവരെ പുറത്തെത്തുമ്പോൾ അവിടെ ഒരു ബെൻലി കാറ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നീലും സോനയും ആ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞതും നീല് സോനയോട് പറഞ്ഞു, സോന, ഞാൻ പറഞ്ഞത് മറക്കരുത്. അടുത്ത 2 ദിവസം നീ നിന്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നത് ഈ പുതിയ ബിൽഡിംഗിൽ നിന്നായിരിക്കും. സോനയെ നീലിനെ വഹിച്ചുകൊണ്ട് ആ വാഹനം നേരെ പോയത് ഹിഡൻ ഡ്രാഗൺ ബിൽഡിംഗിലേക്കാണ്. ഹിഡൻ ഡ്രാഗൺ ബിൽഡിംഗിലേക്ക് അവരുടെ വാഹനം അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ചാങ് ആവോയുടെ നിർദ്ദേശപ്രകാരം ഒരു വൻ ടീം ആ ലിറ്റിൽ മൂൺ വില്ല ലക്ഷ്യമാക്കി വരികയാണ്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ഏക് മാസ്റ്റർ കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.